What day is it? And in what month? This clock never seems so alive. I can't keep up, and I can't back down. I've been losing so much time. 'Cause it's you and me, and all other people, nothing to do, nothing to lose. And it's you and me, and all other people, and I don't know why I can't keep my eyes off of you. What are the things that I wanna say just aren't coming out right? I'm tripping on words, you got my head spinning. I don't know where to go from here. 'Cause it's you and me, and all other people, nothing to do, nothing to prove. And that's you and me, and all other people, and I don't know why I can't keep my eyes off of you. Something about you now I can't quite figure out. Everything she does is beautiful, everything she does is right. 'Cause it's you and me, and all other people, nothing to do, nothing to lose. And it's you and me, and all other people, and I don't know why I can't keep my eyes off of you and me, and all other people, nothing to do, nothing to prove. And it's you and me, and all other people, and I don't know why I can't keep my eyes off of you. I can't quite figure out. Everything she does is beautiful, everything she does is right. 'Cause it's you and me, and all other people, nothing to do, nothing to lose. And it's you and me, and all other people, and I don't know why I can't keep my eyes off of you and me, and all other people, nothing to do, nothing to prove. And it's you and me, and all other people, and I don't know why I can't keep my eyes off of you. What day is it? And in what month? This clock never seems so alive.
Delilah, what's it like in New York City? I'm 1,000 miles away, but girl, tonight you look so pretty, yes you do. Times Square can shine as bright as you, I swear it's true. Hey there Delilah, don't you worry about the distance, I'm right there. If you get lonely, give this song another listen. Close your eyes, listen to my voice, it's my disguise. I'm by your side. In Mahakrupakyan Angye njan സ്തുതിച്ചിടും എന്നും. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും. കർത്താവിന്റെ കർണങ്ങളുടെ കൂടി അനുഗ്രഹിക്കണം യേശുവിന്റെ നാമത്തിൽ. ഈ സമയത്ത് 112 സങ്കീർത്തനം വായിക്കുന്നത് യഹോവയെ സ്തുതിക്കും, യഹോവയെ ഭയപ്പെട്ടു അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ആക്കി. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടു, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കുന്നു. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കും. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ലഭിക്കും. അവൻ കൃപയും കരുണയും നീതിയും ഉള്ളവനാണ്. കൃപ തോന്നി വായ്പ കൊടുക്കുന്നവന് ശുഭമായിരിക്കും. വ്യവഹാരത്തിൽ അവൻ തന്റെ കാര്യം നേടും. അവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. ദുർവർത്തമാനം നിമിത്തം അവൻ ഭയപ്പെടുകയും അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചു. അവന്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കും. അവൻ ശത്രുക്കളിൽ തന്റെ ആഗ്രഹം നിവർത്തിച്ചു. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കും. അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും. അവൻ പല്ല് കടിച്ച് ഒഴുകി പോകും. ഈശ്വരന്റെ നാമം മഹത്വപ്പെടുമാറാവട്ടെ. വാസ്തവത്തിൽ ഉപവാസ ശുശ്രൂഷയുടെ ആരംഭം തന്നെ ഭവനത്തിൽ വെച്ച് ആരംഭിക്കുകയാണ്. പ്രധാന ശുശ്രൂഷകൾ നടക്കുന്നത് നമ്മുടെ ഹോളിൽ വെച്ചാണ്. അതുകൊണ്ടാണ് എല്ലാം ശേഷം നമ്മൾ പ്രാർത്ഥിച്ച് ഇവിടുന്ന് ശുശ്രൂഷ ആരംഭിക്കുന്നതായിട്ട് പറയുന്നത്. വിവാഹത്തിന് പ്രാർത്ഥിച്ച് ഇറക്കുമ്പോൾ വായിക്കുന്ന സങ്കീർത്തനം വേറെയാണ്. പക്ഷേ ഈ സങ്കീർത്തനം എടുക്കാൻ ഒരു കാര്യം, ഇത് അഖിലിനോടുള്ള കർത്താവിന്റെ പ്രവചനം. ഈ സങ്കീർത്തനം പോലെ ഇത് 112 സങ്കീർത്തനമാണ്. വിവാഹം കഴിഞ്ഞതിന് രണ്ടുപേരും വായിക്കണം. കാര്യം ഇതിനകത്ത് നിങ്ങളോട്ടുള്ളത് നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങളായി കർത്താവ് ചെയ്യാൻ പോകുന്നു. കർത്താവ് അനുഗ്രഹിക്കണം. നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് മാതാപിതാക്കളുണ്ട്, അമ്മച്ചിയുണ്ട്, അമ്മാച്ചന്മാർ, പിതാവിൻ്റെയും ഒക്കെ സഹോദരങ്ങളും എല്ലാവരും ഇവിടെ തന്നെ. നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് അഖിലിനെ അനുഗ്രഹിക്കാൻ. എന്നാൽ നമ്മളെല്ലാവരും അനുഗ്രഹിക്കുന്നതിനേക്കാളും ആരനുഗ്രഹിക്കുന്നതിനേക്കാളും ഇത് അഖിലിന് ഏറ്റവും അനുഗ്രഹം ആവശ്യം അപ്പൻ്റെയും അമ്മയുടെയുമാണ്. ആ അനുഗ്രഹമുണ്ട്. കർത്താവിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം. കാര്യം കാണാത്ത കർത്താവിനെ സ്നേഹിക്കണമെന്നും കാണുന്ന അപ്പനെ അമ്മയെ സ്നേഹിക്കുന്നവർക്ക്, കാണുന്ന അപ്പനെ അമ്മയെ ബഹുമാനിക്കുന്നവർക്ക്, കാണുന്ന അപ്പനെ അമ്മയെ മാനിക്കുന്നവർക്ക് കാണാത്ത കർത്താവിനെ മാനിക്കണം. നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് മാതാവും പിതാവും ഗുരുവും ദൈവവും. എന്നാൽ ഭൂമിയിൽ ദൈവത്തിൻ്റെ സ്ഥാനം ദൈവമല്ലല്ലോ, എന്നാൽ ദൈവത്തിൻ്റെ സ്ഥാനത്താക്കി വെച്ചിരിക്കുന്നത് മാതാപിതാക്കൾ. മാതാപിതാക്കൾ കാര്യം വെക്കുന്നു. വാസ്തവത്തിൽ സ്വർഗത്തിൽ നിന്ന് പിതാവ് കാര്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് വെച്ചിട്ട് ചെയ്യാൻ രണ്ടുപേരും രണ്ട് തോളത്ത് കൈവച്ച് ആക്കിയില്ല രണ്ടുപേരും അനുഗ്രഹിച്ച് സമയം മാതാപിതാവും പ്രാർത്ഥിച്ചു. അഖിലിന്റെ ഈ നിമിഷം വരെയും അഖിലിനെ ഏറ്റവും നന്നായിട്ടാണ് പിതാവും മാതാവും വളർത്തിയത്. അവരുടെ ജീവിതത്തിൽ അഖിലിന് നൽകിയ ഏറ്റവും വലിയ സമ്പാദ്യം പഠിത്തത്തെക്കാളും വിദ്യാഭ്യാസത്തെക്കാളും മറ്റെന്തിനേക്കാളും മുമ്പിൽ യേശുവിനെ. ഇതുവരെ അവര് ഓരോ ഘട്ടങ്ങളിൽ അഖിലിനെ ഉപദേശിച്ചു. ഇനി മുമ്പോട്ടുള്ള കാലം അഖിലിനെ അവർ ഉപദേശിക്കും. എന്നാൽ
അഖിലിന് വേണ്ട ഉപദേശം ദൈവവചനം. അതുകൊണ്ട് തന്നെ വലിയൊരു പങ്ക് ഇതൊരു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ദൗത്യം പൂർത്തീകരിച്ച് അടുത്തൊരു ഘട്ടത്തിലേക്ക് അഖിലിനെ പ്രവേശിക്കും. ഇനി അഖിലിന് ഉപദേശം തരുന്നത് ദൈവവചനം. മറന്നു പോകരുത്. കുടുംബ ജീവിതത്തിൽ അഖിലിന് വേണ്ടുന്ന ആത്മീയവും ഭൗതികമായ എല്ലാ ഉപദേശവും ദൈവവചനത്തിൽ വേണം. അതുകൊണ്ട് ഇനി തുടർന്നുള്ളത് അതിൽ ദൈവവചനത്തെ വേണം ആശ്രയിക്കാൻ. അതിനെ രൂപീകരിച്ചുകൊണ്ട് പിതാവും മാതാവിനെ രണ്ടുപേരുടെ അപ്പുറത്തെത്താൻ കൈവരിക്കുന്ന രണ്ടുപേരുടെ ചേർന്ന് അഖിലിന് ദൈവവചനം അനുഗ്രഹിക്കട്ടെ. അഖില് കൊടുക്കുക. പിതാവേ യേശുക്രിസ്തുവിന്റെ നാമം ദാനമായി നൽകിയിരിക്കുന്ന അധികാരത്തിലും അഭിഷേകം ദൈവദാസന്റെ അധികാരം ഇപ്പോൾ തന്നെ അഖിലിനെ ഞാൻ അനുഗ്രഹിക്കുക. ഒരു ഉത്തമ വരന് വേണ്ടുന്ന എല്ലാ നിറവും വേണ്ടുന്ന എല്ലാം കൃപയും കൃപാവരും ശ്രേഷ്ഠതയും ഈ മകനിൽ തെളിഞ്ഞു വരും. പിതാവെ പ്രാർത്ഥിക്കുന്നു, വരൻ ഉത്തമ ശ്രേഷ്ഠനായിരിക്കുമെന്ന് വചനം പറയുന്നത് പോലെ ശ്രേഷ്ഠ വരനാകുന്ന മണവാളനാകുന്ന യേശുവിന്റെ സർവ്വസമ്പൂർണ്ണതയാണ് ഈ മകൻ ഇപ്പോൾ തന്നെ നിറയപ്പെടുന്നു. കർത്താവെ പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ അഭിഷേകത്താൽ അങ്ങയുടെ സാന്നിധ്യത്താൽ അലങ്കരിക്കപ്പെടുന്നു. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നടക്കുവാൻ സഹായിക്കണം. അനുഗ്രഹിക്കണം. പ്രാർത്ഥിക്കാൻ പോകുന്ന പിതാവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തുടർന്നുള്ള യാത്രയിൽ അവിടുത്തെ കരുണ ഞങ്ങളുടെ കൂടെയുള്ളതിനായി പരിശുദ്ധാത്മാവ് തന്നെ തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളിൽ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനായി പരിശുദ്ധാത്മാവെ അന്ന് ഇന്നൊരു വിവാഹ ശുശ്രൂഷ നടക്കുമ്പോൾ അനേകം ആത്മമണവാളനാകുന്ന യേശുവിലേക്ക് ചേരുവാൻ ശുശ്രൂഷകളോട് സഹായിക്കണം. അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ ഇനി മറ്റൊന്നുമില്ല. അഖില് കാറിലേക്ക് പ്രവേശിക്കുകയാണ്. What you do to me, oh, it's what you do to me, oh, it's what you do to me, what you do to me. Hey there Delilah, I know times are getting hard, but just believe me girl, someday I'll pay the bills with this guitar. We'll have it good, we'll have the life we knew we would. My word is good. Hey there Delilah, I've got so much left to say. If every simple song I wrote to you would take your breath away, I'd write it all. Even more in love with me you'd fall. We'd have it all. Oh, it's what you do to me. 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 1,000 miles seems pretty far, but they've got planes and trains and cars. I'd walk to you if I had no other way. Our friends would all make fun of us, and we'll just laugh along because we know that none of them have felt this way. Delilah, I can promise you that by the time we get through, the world will never ever be the same, and you're to blame. Hey there Delilah, you be good and don't you miss me. 2 more years and you'll be done with school, and I'll be making history like I do. You'll know it's all because of you. We can do whatever we want to. Hey there Delilah, here's to you. This one's for you. Oh, it's what you do to me. 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 What you do to me. Oh, 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 ദാസൻ റെജി ബ്രദർ മുൻപോട്ട് കടന്നു വന്ന്
മോള് അംഗമായിരിക്കുന്ന കോഴഞ്ചേരി സഭയുടെ ശുശ്രൂഷകനും സ്വർഗീയ വിരുന്ന സഭയുടെ ഗവർണർ സംഘവുമായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ റെജി ബ്രദർ ഈ സമയത്ത് പ്രാർത്ഥിച്ച് ശുശ്രൂഷകൾ ആരംഭിക്കുന്നതാണ്. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുകയാണ്. പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടനുബന്ധിച്ച് ഞങ്ങൾ ഒന്നിച്ചിവിടെ കൂടിയിരിക്കുമ്പോൾ അവിടുന്ന് വാക്ക് പറഞ്ഞിരിക്കുന്ന പോലെ എൻ്റെ നാമത്തിൽ നിങ്ങൾ 2 or 3 പേര് ഇവിടെ കൂടിയാലും ഞാൻ അതിൻ്റെ മധ്യത്തിലുണ്ട് എന്ന് ഞങ്ങളോട് വാക്ക് പറഞ്ഞ കർത്താവ് ഇന്ന് വാസ്തവമായിട്ടും ഇതിൻ്റെ മധ്യത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇരു കുടുംബങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അഖിലിന് വേണ്ടി, സ്റ്റെഫിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ ദാസന്മാർ അവരുടെ കരങ്ങളെ യോജിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയങ്ങളെ നെയ്തെടുക്കുന്ന വൻ കൃപയ്ക്കായി സ്തോത്രം. ദൈവ സാന്നിധ്യം കൊണ്ട് ഈ ശുശ്രൂഷയെ കർത്താവ് നിറയ്ക്കുന്നതിനായി സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും തൊടണമേ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഇന്ന് നടക്കുന്ന ശുശ്രൂഷ ഒരു അനുഗ്രഹമാകാൻ കർത്താവെ സഹായിക്കുന്ന വൻ കൃപയ്ക്കായി സ്തോത്രം. ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെ എല്ലാം കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമേ. മാനവും മഹത്വവും എല്ലാം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗീയ വിരുന്ന സഭയുടെ സീനിയർ പാസ്റ്ററായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ തോമസ് എബ്രഹാം, ഇവിടെ പ്രാർത്ഥിച്ച് ശുശ്രൂഷകൾ ആരംഭിച്ച കർത്താവിൻ്റെ ദാസൻ റെജി ബ്രദർ, ബേബിച്ചായൻ, മറ്റ് DP-മാർ, അപ്പോൾ തന്നെ ഇന്നത്തെ ഏറ്റവും മുഖ്യ അതിഥികളായിരിക്കുന്ന വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആയിരിക്കുന്ന അഖിൽ, സ്റ്റെഫി, എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ ശുശ്രൂഷകളെല്ലാം ഇന്നിവിടെ നടക്കുന്നത് സ്വർഗീയ വിരുന്ന സഭയുടെ നേതൃത്വത്തിലാണ്. ഈ വിവാഹ ശുശ്രൂഷ ഇവിടെ ആശീർവദിക്കുന്നത് സ്വർഗീയ വിരുന്ന സഭയുടെ സ്ഥാപക ഇടയനും സീനിയർ പാസ്റ്ററുമായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ മാത്യു കുരുള തങ്കുബ്രറാണ്. ശുശ്രൂഷകൾ ഇന്നിവിടെ ഇവരുടെ കരങ്ങളെ ചേർത്ത് ഈ ശുശ്രൂഷ ആശീർവദിക്കുന്നത്. എന്നാൽ തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുന്നത് സ്വർഗീയ വിരുന്ന സഭയുടെ സീനിയർ പാസ്റ്ററായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ തോമസ് എബ്രഹാം തോമസ് കുട്ടി ബ്രദറാണ്. തുടർന്ന് കൊയർ ഒരു ഗാനം ആലപിക്കുമ്പോൾ അതിനുശേഷമുള്ള ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുന്നതിനായി കർത്താവിൻ്റെ ദാസൻ തോമസ് കുട്ടി ബ്രദറിനെ സാദരം ക്ഷണിച്ചുകൊള്ളു. ആശീഷമാരിയുണ്ടാകും ആനന്ദവാഗ്ദത്തമേ, മേൽ നിന്നു രക്ഷകൻ നൽകും ആശ്വാസകാലങ്ങളെ. Showers of blessings, showers of blessings, but for the showers we അഖിലിനും സ്റ്റെഫിക്കും കർത്താവിൽ സ്നേഹവന്ദനം. ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. അതിൽ സന്തോഷിക്കാൻ ഞങ്ങൾക്കെല്ലാം ഭാഗ്യം കിട്ടിയതിനായി സ്തോത്രം ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ ഏറ്റവും ഞങ്ങൾ ബഹുമാനത്തോടെ കാണുന്നത് ക്ഷണിക്കപ്പെട്ടവരായ നിങ്ങളെയാണ്. ക്ഷണിക്കപ്പെട്ട നിങ്ങളെ ഏവരെയും, ഇരു കുടുംബങ്ങളുടെയും ക്ഷണം സ്വീകരിച്ചു വന്ന നിങ്ങളെ ഏവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെയും ഇനി ഞാൻ പേരെടുത്ത് പറഞ്ഞ് സമയം കളയുന്നില്ല. കർത്താവിൻ്റെ ദാസൻ ഹെവൻലി ഫിഷിൻ്റെ സീനിയർ പാസ്റ്ററും ഫൗണ്ടർ പ്രസിഡൻറ്റുമായ ഡോക്ടർ മാത്യു കുരുള തങ്കു ബ്രദർ, അദ്ദേഹത്തെ അറിയാത്തവർ കാണുകയിൽ അദ്ദേഹമാണ് ഇന്ന് ഈ ശുശ്രൂഷ നേതൃത്വം വഹിക്കുന്നത്. ഈ ശുശ്രൂഷ ആശീർവദിക്കുന്നവരുടെ വിവാഹം ആശീർവദിക്കുന്നതും ഒരു ഭാര്യാഭർത്തൃബന്ധം എങ്ങനെ സ്വർഗമാക്കാം എന്നത് സംബന്ധിച്ചുള്ള ദൈവവചനം ഘോഷണം കർത്താവിൻ്റെ ദാസൻ നിർവഹിച്ച് ഈ ശുശ്രൂഷ ഇവിടെ ആശീർവദിക്കും. ഈ 2 കുടുംബങ്ങളെക്കുറിച്ചും ഞാൻ മോളെയൊക്കെ കുഞ്ഞുനാളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ റെജി ബ്രദറുമായിട്ടും ഷാജി ബ്രദറുമായിട്ടൊക്കെ കോഴഞ്ചേരിയിലെ ദേവദാസന്മാർ എന്നോട് പറയായിരുന്നു ആ കുടുംബത്തെക്കുറിച്ച് നല്ല കാര്യങ്ങൾ. ആദ്യം അതെന്നെ പറയട്ടെ. അവർ മോടെ പിതാവും മാതാവും സഹോദരങ്ങളും അപ്പച്ചനും ഒക്കെ അല്ലേ അടക്കം എല്ലാവരും കോഴഞ്ചേരിയിലെ ഉണർവിൽ മുമ്പോട്ട് വന്ന അന്ന് മുതൽ ഇന്ന് വരെ ആ ഉണർവിൽ വിശ്വസ്തയോടെ നിൽക്കുന്നവരാണ്. ഈ മോള് കുഞ്ഞുനാളിൽ തന്നെ അഭിഷേകം പ്രാപിച്ച്
ദൈവദൂതുകൾ പറയുകയും അവിടുത്തെ വർഷിപ്പ് ടീമിലൊക്കെ നിൽക്കുകയും എല്ലാം ചെയ്ത അനുഗ്രഹിക്കപ്പെട്ടൊരു മോളാണ്. സ്തോത്രം. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട മോനും ഒരു മോക്കും കിട്ടിയതിനായി സ്തോത്രം ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നുള്ള മോളാണ്. ഞാൻ അധിക സമയം ഓരോരുത്തർ എടുക്കേണ്ടാത്തതുകൊണ്ടാണ് കോഴഞ്ചേരിയെ പ്രതിനിധീകരിച്ചാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ആ സഭ വളരെ പ്രാഗൽഭ്യത്തോടെയാണ് ഇന്ന് ഈ മോളെ ഇവിടെ സഭ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ തന്നെ റജി ബ്രദർ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മകനാണോ സഹോദരനാണോ ഒന്നും ഞങ്ങൾക്കറിയില്ല. ആ കുടുംബം ഒരത്ഭുതത്തിൻ്റെ കുടുംബമാണ്. നമ്മളെ എംഎൽഎ ഫീസിലെ ഡയോസിസ് പാസ്റ്റർമാരിൽ ചിലരാണ് ഇവിടെ ഇരിക്കുന്നത്. എല്ലാവർക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല. മേഖലകൾ ഡയോസിസ് എന്നതിന് പറയുന്നത്. വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ച് റാന്നി പത്തനംതിട്ട മേഖലയിലെ നമ്മുടെ ഷാജി ബ്രദർ, കൊല്ലം ഡയോസിസിൻ്റെ ബിനു ബ്രദർ, തിരുവല്ല ഡയോസിസിൻ്റെ നമ്മുടെ എബി ബ്രദർ, വൈക്കം ഡയോസിസിൽ നമ്മുടെ പ്രിയ സുഭാഷ് ബ്രദർ, മൂവാറ്റുപുഴ ഡയോസിസ് സോണി ബ്രദർ, അതുപോലെ ആലപ്പുഴ ഡയോസിസിൽ നമ്മുടെ വിനോദ് ബ്രദർ, ഈ കുടുംബം ഉൾപ്പെട്ട് നിൽക്കുന്ന കോട്ടയം ഡയോസിസിൻ്റെ പാസ്റ്ററായ അജു ബ്രദർ, അവരെല്ലാം ഡയോസിസ് പാസ്റ്റേഴ്സുമാണ്. ഇവിടെ ഇരിക്കുന്ന ജുബിൻ ബ്രദർ ഒരു അസോസിയേറ്റ് ഡയോസിസ് പാസ്റ്ററാണ്. ഷാജി ബ്രദർ കോഴഞ്ചേരിയിലെ ഉണർവിൽ മുമ്പ് നിൽക്കുന്നതാണ്. ഇത്രയും പേരുടെ പേരെടുത്ത് പറഞ്ഞു. അതുപോലെ തന്നെ റജി ബ്രദർ എംഎൽഎ വിഷൻ്റെ അസോസിയേറ്റ് ഡയോസിസിൻ്റെ പാസ്റ്ററാണ്. ആ കുടുംബത്തിൻ്റെ സാക്ഷ്യം കോട്ടയത്ത് നടന്ന വർഷങ്ങൾക്ക് മുമ്പ് ഒരു മീറ്റിങ്ങിൽ തകർന്നു പോകേണ്ടിടത്തു നിന്ന് മദ്യത്തിലൊക്കെ അടിപ്പെട്ട് തകർന്നു പോകേണ്ട ആ സമയത്ത്, ആ കുടുംബം പോലും പിരിഞ്ഞു പോകേണ്ട സമയത്ത് സഹോദരിയുടെ അമ്മയാണോ സഹോദരൻ്റെ അമ്മയാണോ സഹോദരിയുടെ അമ്മ പറഞ്ഞു, അവിടെ ഹെവൻലി ഫീസ്റ്റ് എന്ന് പറഞ്ഞൊരു യോഗം നടക്കുന്നു, അവിടെ ഒന്ന് പോയിട്ട് തീരുമാനിക്കാൻ പറഞ്ഞു. അന്ന് നാട്ടകത്ത് നമ്മുടെ തുടക്കകാലമാണ്. അന്നത്തെ ഒരു മീറ്റിങ്ങിൽ വന്നപ്പോൾ യേശുവിൻ്റെ കരം റജി ബ്രദറിനെ തൊട്ടു. ഇവിടെ ഇരിക്കുന്നതിൽ ബൈബിൾ സ്കൂളിൽ പഠിച്ച സെമിനാരി പഠിച്ച് പാസ്റ്ററായ ഒറ്റ ആളേ ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം എന്നേക്കാൾ വലിയ സെമിനാരി പഠിച്ചതാണ് തങ്കു ബ്രദർ അടക്കം. ജീവിത സെമിനാരി, കടബാധ്യത, രോഗങ്ങൾ, ബന്ധനങ്ങൾ. തങ്കു ബ്രദറിൻ്റെ ശുശ്രൂഷയിൽ ആദ്യം അത്ഭുത സൗഖ്യം പ്രാപിച്ചാണ് ബേവിച്ചാൽ. അനുഗ്രഹ ആശുപത്രിയിൽ വെയിറ്റിട്ട് തളർന്നു കിടക്കുമ്പോൾ ഇനി അങ്ങനെ നാളുകൾ കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് തങ്കു ബ്രദർ പോയി പ്രാർത്ഥിച്ചു, എഴുന്നേറ്റ് വന്നു. അന്നേരം നടന്ന് കയറ്റം കയറി പെൻഷൻ ഭവനിലെ മീറ്റിംഗ് വന്ന അന്നാണ് ഞാനും ആദ്യം അവിടെ വരുന്നു. പ്രൈസ് ദി ലോർഡ്. റോണക്കിനെ ഇവിടെ അയച്ചു. നമ്മുടെ അടുത്ത തലമുറയുടെ സ്തോത്രം ഈ മൂവ്മെൻറ്റിൻ്റെ മുമ്പിൽ കർത്താവ് ഒരുക്കിയെടുത്തുകൊണ്ടിരിക്കുന്ന തങ്കു ബ്രദറിൻ്റെ മോനിവിടെയുണ്ട്. എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. റജി ബ്രദർ മുമ്പേ പ്രാർത്ഥിച്ചു. ഇവരെല്ലാം ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ മൂശയിൽ കൂടെ ക്രിസ്തുവിനെ അറിഞ്ഞവരാണ്. ഇവിടെ ഇരിക്കുന്ന മിക്കവാറും പേര് ക്രൈസ്തവ വിഭാഗങ്ങൾ എന്നുള്ളവരാണ്. നമ്മളെല്ലാം യേശു ക്രിസ്തുവിനെ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അറിഞ്ഞവരാണ്. എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളുടെയും ബേസിക് ഫെയ്ത്ത് ഒന്ന് തന്നെയാണ്. ആ ബേസിക് ഫെയ്ത്താണ് നമ്മുടെ ഈ നിഖ്യ വിശ്വാസ പ്രമാണം. യേശു ക്രിസ്തു ദൈവം കന്യകയിലൂടെ അവതരിച്ചു, മരിച്ചു, മൂന്നാം നാൾ ഉയർത്തു, ഇന്നും ജീവിക്കുന്നു, തൻ്റെ വലിയ മഹത്വത്തോടെ വീണ്ടും വരും. ഇത് മൂന്നുമാണ് നിഖ്യാവിശ്വാസ പ്രമാണത്തിലെ ബേസിക് 3 കാര്യങ്ങൾ. ഞാൻ കെമിസ്ട്രിയിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റാണ്. ഞാൻ ബയോളജി ഡിഗ്രി ഇവിടെ SB കോളേജിൽ പഠിച്ച ഞാൻ തകർന്ന തരിപ്പണമായൊരു പട്ടണമാണിത്. ഇവിടുത്തെ മദ്യശാലകളിലെല്ലാം കയറി നടന്നയാളാണ് ഞാൻ. അങ്ങനെ നശിച്ച പട്ടണത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ പഠിച്ച ശാസ്ത്രമനുസരിച്ച് ഒരു കന്യക പുരുഷൻ തൊടാതെ ഗർഭം ധരിക്കുന്ന എങ്ങനെയാണ്? നമ്മുടെ ഇടയിൽ അങ്ങനെ സംഭവിച്ചാൽ ആരും സമ്മതിച്ചു കൊടുക്കുമോ? 10-18 വയസ്സുള്ളൊരു പെൺകുട്ടി ഗർഭിണിയായിട്ട് പരിശുദ്ധാത്മാവിനാലാന്ന് പറഞ്ഞാൽ വല്ലവരും സമ്മതിച്ചു കൊടുക്കുമോ? നമ്മൾ കൊണ്ട് സെമിത്തേരിയിൽ അടക്കി ഒരാൾ 3-ാം നാൾ എഴുന്നേറ്റ് വന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കുമോ? ഇനി യേശു വരുമെന്നാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത്.
വാനമേഘങ്ങളിൽ വരുമ്പോൾ നമ്മൾ രൂപാന്തരപ്പെട്ട് എടുക്കപ്പെടുമെന്ന് ബുദ്ധിയുള്ളവർക്ക് സമ്മതിക്കാനൊക്കില്ല. പക്ഷേ അത് സമ്മതിച്ചു പോകുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ നടന്ന അത്ഭുതം കണ്ടാൽ, ഒരു മാനസിക രോഗിയായി കോട്ടയത്തൂടെ കുടുംബജീവിതവും തകർന്ന് അല്ലേ നടക്കുമ്പോൾ തങ്കു ബ്രദറിനെ കുറിച്ച് കേട്ട് ആ വീട്ടിൽ പോയി കയറിയതാണ് സുഭാഷ് ബ്രദർ. അന്ന് ഗുളികകൾ കഴിക്കുകയാണ്. ഒറ്റ പ്രാർത്ഥനയിൽ മെൻ്റൽ രോഗം സൗഖ്യമായി, വിടുതലായി. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇവിടെ വന്നത് അനുഭവത്തിൻ്റെ ബൈബിൾ സ്കൂളിൽ പഠിച്ചവരാണ്. അവരെല്ലാം തൊട്ട് രുചിച്ച ഒരാളുണ്ട്, യേശു ക്രിസ്തു. എനിക്ക് കുഞ്ഞുങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, യേശു ക്രിസ്തു അത്ഭുതവാനാണ്. താൻ തുടങ്ങിയതേ അത്ഭുതമാണ്, ജനിച്ചത് അത്ഭുതമാണ്, ഉയർത്തത് അത്ഭുതമാണ്, വീണ്ടും വരുന്ന അത്ഭുതം. നിങ്ങളുടെ കുടുംബം ഒരു അത്ഭുതമാക്കി തീർക്കും കർത്താവ്. നിങ്ങൾക്ക് രണ്ടുപേരും പെർഫെക്റ്റ് അല്ല, അതിനുള്ള വചനങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഇംപെർഫെക്റ്റാണ്. ദർ ഇസ് നോ പെർഫെക്റ്റ് ഹസ്ബൻഡ്, ദർ ഇസ് നോ പെർഫെക്റ്റ് വൈഫ്. പക്ഷെ ഒരു പെർഫെക്റ്ററെ വിളിച്ചോണം. കാനാവിൽ 3-ാം നാളൊരു കല്യാണം ഉണ്ടായി. 3-ാം നാളെന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച. നമ്മുടെ നാട്ടിൽ ചൊവ്വായും വെള്ളിയും കല്യാണം വെക്കില്ല, അന്ന് ദോഷമുള്ള ദിവസമായിട്ടാണ് കരുതുന്നത്. എന്നാൽ 3-ാം നാൾ കല്യാണം വെച്ച് വീഞ്ഞു തീർന്നപ്പോഴേ നമ്മുടെ നാട്ടുകാർ പറഞ്ഞ കാണും, അന്നേരെ പറഞ്ഞാൽ ചൊവ്വാഴ്ച വെക്കരുത്. പക്ഷെ ഇവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, യേശുവിനെ വിളിച്ചിരുന്നു. എൻ്റെ കാര്യം കൊണ്ട് ഒരല്പം പറയാം. വാകത്താനത്ത് ഞാലിയാകുഴിയിൽ ആണ് എൻ്റെ വീട്. ഇവിടെ ഇരിക്കുന്ന പലരും ചിങ്ങവനംകാരും ഒക്കെ ഉള്ളതുകൊണ്ട് പുതുശ്ശേരി പള്ളിയുടെ തൊട്ടിപ്പുറത്ത് പാതിയപ്പള്ളി നിന്ന് എൻ്റെ വീട്ടുപേര്. ജ്ഞാനായ കത്തോലിക്ക പള്ളിയുടെ യാക്കോബ പള്ളിയുടെ നടുക്കിരിക്കുന്ന വീടാണ്. എൻ്റെ അപ്പൻ യേശുവിനെ സ്വീകരിച്ചത് പുതുശ്ശേരി പള്ളിക്കകത്തിരുന്നാണ്. ആ പുതുശ്ശേരി പള്ളിക്ക് ഇപ്പുറത്ത് താഴെ ഒരു വീട്ടിൽ ഞങ്ങൾ ആ പ്രദേശം മുഴുവൻ ഒത്തിരി വസ്തുക്കളും എല്ലാം ഞങ്ങൾക്കായിരുന്നു. ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടംപോലെ പണമുണ്ടല്ലോ, പള്ളിയിൽ പോലും പോവുകയില്ല. അങ്ങനെ ആയിരുന്നു. കഷ്ടാനുഭവാഴ്ച പോലും ഇറച്ചിയും മീനും നിറഞ്ഞൊരു വീടാണ്. ഞങ്ങൾ പള്ളിയിൽ പോകില്ല, പണമുണ്ടല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അപ്പൻ്റെ ഒരു പെങ്ങൾ, ഞങ്ങളാരുമില്ല, പെങ്ങൾ കുഞ്ഞുനാളിൽ മരിച്ചു പോയപ്പോൾ പ്രശ്നം വെപ്പിച്ച് നോക്കി. അതിൻ്റെ പേര് തന്നെ പ്രശ്നം വെപ്പിക്കുകയാണ്. പ്രശ്നം വെപ്പിച്ച് നോക്കി. തങ്കുബ്രദർ ചിരിക്കുന്ന എല്ലാം കഴിഞ്ഞാഴ്ച ഇവിടെ ഇരിക്കുന്നു, എനിക്കറിയാം. ആ പ്രശ്നക്കാരെന്നാണ് വിളിക്കുന്നത്. പ്രശ്നം വെപ്പിച്ച് നോക്കിയപ്പോൾ ആ വീടിൻ്റെ കുഴപ്പമാണ്, സ്ഥാനം തെറ്റാണ്, ഇവിടുന്ന് മാറിയാൽ മതി. ആണ്ട് ആ മുകളിൽ കാണുന്ന പറമ്പ് നിങ്ങളുടെ ആണല്ലോ, അങ്ങോട്ട് വെച്ചോളാം പറഞ്ഞു. അവിടെ വെച്ച വീട്ടിലാണ് ഇപ്പം ഞാൻ താമസിക്കുന്ന. 80 വർഷം മുമ്പ് പണിത വീടാണ്. പുതിയ വീട്ടിൽ വന്നപ്പോൾ 2 കുഞ്ഞുങ്ങളുടെയും കൂടെ ശവപ്പെട്ടി വെച്ചു. എല്ലാം കറക്റ്റായിട്ട് പണിത് അച്ഛന്മാരെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു, ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, വീടിനല്ല സ്ഥാനം തെറ്റിയിരിക്കുന്ന മനുഷ്യർക്കാണ്. യേശുക്രിസ്തു എന്ന മൂലക്കല്ലിനോട് ചേർന്ന് നിങ്ങളും ഞാനും പണിയപ്പെട്ടാൽ ആ നിവാസത്തിൽ ദൈവം വന്ന് വസിക്കും. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നമ്മുടെ കെ.ആർ. നാരായണൻ തൻ്റെ വീട്ടിൽ ഉഴവൂര് അരമണിക്കൂർ ഇരിക്കാൻ പ്ലാൻ ചെയ്തപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് അങ്ങോട്ടുള്ള റോഡ് ചാർ ചെയ്തു, വീട് പെയിൻറ്റ് ചെയ്തു, AC ആക്കി. ഇന്ത്യൻ പ്രസിഡന്റ് അവിടെ അരമണിക്കൂർ ഇരിക്കുമ്പോൾ ഇത് ചെയ്യുമെങ്കിൽ സർവശക്തനായ ദൈവം നമ്മുടെ വീട്ടിൽ വസിച്ചാൽ. അവർ ആ കനാവിലെ കല്യാണത്തിന് വിളിച്ചപ്പോൾ അവിടെ വീഞ്ഞ് തീർന്നു പോയി, കൺഫ്യൂഷനാണ്. പക്ഷേ യേശുവിനെ വിളിച്ചിരുന്നു. യേശുവിനെ വിളിച്ചോണം. 2 പേരും യേശുവിനെ കുടുംബജീവിതത്തിൻ്റെ നടുക്ക് ഒരു പെർഫെക്റ്ററായി, നിങ്ങൾ പെർഫെക്റ്റ് അല്ല, വിളിച്ചാൽ പിന്നെ എല്ലാവരും അത്ഭുതപ്പെട്ടു. എല്ലാവരും മണവാളനെ പുകഴ്ത്തിയെന്ന, എത്ര അടിപൊളി വീഞ്ഞ് ഞങ്ങളൊന്നും കണ്ടിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് മണവാളനിരുന്ന് വണ്ടടിക്കുക. ഇതെന്നാ സംഭവിച്ചത് പുള്ളി പോലും അറിഞ്ഞില്ല. വിരുന്നുവാഴി മാത്രമേ അറിഞ്ഞുള്ളൂ. വെള്ളം വീഞ്ഞാക്കി തീർത്തു. ഞാൻ ഒരിക്കലും ഇതൊന്നും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഈ പട്ടണത്തിൽ തകർന്ന് SP കോളേജിൽ സ്കൂളിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങി SP കോളേജിൽ വന്ന് ചേർന്ന് കള്ള ചാരായം ചീട്ടുകളി സങ്കേതങ്ങളിൽ ഈ പട്ടണത്തിൽ നശിച്ച ഞാൻ, അതേസമയത്ത് എൻ്റെ വീട്, എൻ്റെ അപ്പൻ്റെ സഹോദരങ്ങൾ മരിച്ചു, ആ ശാപം എൻ്റെ തലമുറയിൽ വന്ന് എൻ്റെ ഒരു പെങ്ങളുടെ 2 കിഡ്നിയും പോയി ഡയാലിസിസ് ചെയ്യുന്നു. അന്ന് ഒരു ഡയാലിസിസിന് ഗവൺമെൻറ് ഓഫീസറുടെ ശമ്പളം കൊടുക്കണം. വേറൊരു പെങ്ങള് പുതുശ്ശേരി പള്ളിയുടെ തൊട്ടടുത്ത ഒരു വീട്ടിൽ ഒരു മരണം സംഭവിച്ച, ഒരു ആത്മഹത്യ നടന്ന വീട്ടിൽ പോയി ഭയം ബാധിച്ചു, മാനസിക രോഗിയായി 18 വർഷം ഷോക്ക് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു, വിടുതലായില്ല. വീട് നിറയെ പ്രശ്നം. ഞങ്ങൾക്കൊരു ബാങ്ക് ഉണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു, രണ്ടും തകർന്നു. വീട്ടിലൊന്നും അലോഹ്യം, വഴക്ക്, മദ്യപാനം, നിരാശ, ഭയം. നിങ്ങൾ വാഗ്ദാനത്തെ ഞാലിയാവഴിയിൽ ആരോട് ചോദിച്ചാലും പറയും തോമസ് കുട്ടിയവർ മൊത്തം പറഞ്ഞില്ലല്ലോ എന്ന് പറയും.
എൻ്റെ വീടിനടുക്കൽ ഒരു തങ്കപ്പച്ചായനുണ്ട് ചർച്ചക്കോടിൽ. അദ്ദേഹത്തിൻ്റെ അല്ലേലിയായൊന്നും എനിക്ക് ഇഷ്ടമില്ലെങ്കിലും അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു. അദ്ദേഹം ഒരു ദർശനം കണ്ട് എൻ്റെ വീട് നശിക്കുന്നതായി എൻ്റെ അടുക്ക വന്ന് യേശുവിൻ്റെ സുവിശേഷം പറഞ്ഞു. 84 സെപ്റ്റംബർ 19 എൻ്റെ BSc വിദ്യാഭ്യാസം തകർന്നു. ഇവിടെ ഒരു ലോഡ്ജിൽ, കൊട്ടാരം ലോഡ്ജിൽ കോളേജിൽ പോകാതെ നശിച്ച് അവിടെ തന്നെ കിടന്ന് എന്നെ 84 അന്ന് രാത്രി ഈ ബൈബിൾ എനിക്ക് സംശയമായി. യേശു ഉണ്ടോ? ഇപ്പോഴും ഉണ്ടോ? ഉണ്ടെങ്കിൽ മർത്തോമാ സ്കൂളിൽ പഠിച്ചുകൊണ്ട് എനിക്ക് ചെറിയ ബൈബിൾ അറിയാമായിരുന്നു. അങ്ങനെ ഒരു യേശു ഉണ്ടെങ്കിൽ ഈ വീടിനെ രക്ഷിക്കാൻ പറ്റും. ഞാൻ പോകാത്ത തീർത്ഥാടന കേന്ദ്രങ്ങളില്ല, ഞങ്ങൾ പോകാത്ത മന്ത്രവാദികളില്ല. പക്ഷെ ഒന്ന് എനിക്ക് മനസ്സിലായി, റോമൻ ഗവൺമെൻറ്റിൻ്റെ കല്ലറയെ പൊട്ടിച്ചുയർത്തവൻ. അത് സത്യമാണെങ്കിൽ, നമ്മളിപ്പോൾ ഈയിടെ ഈസ്റ്ററും എല്ലാം കഴിഞ്ഞല്ലോ, അത് സത്യമാണോ? സത്യമാണെങ്കിൽ ആര് വിളിച്ചാലും, ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ മുറിക്കകത്ത് മദ്യം മണക്കുന്ന എന്നെ യേശു വന്ന് കെട്ടിപ്പിടിച്ചു. എൻ്റെ ഹൃദയത്തിൽ സമാധാനം കിട്ടി. പിറ്റേന്ന് രാവിലെ ഞാൻ വലി നിർത്തിയതില്ല, എനിക്ക് വലിക്കാൻ പറ്റുന്നില്ല, കുടിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സമാധാനമുണ്ട്. ഇതെല്ലാം നിമിത്തം എൻ്റെ അമ്മയ്ക്കും മെൻ്റൽ ഡിപ്രഷനായിരുന്നു. 4 രോഗികൾ ഒരു വീട്ടിൽ കിടക്കാം, വലിയപ്പം തളർന്ന് കിടക്കുക. യേശു എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ എൻ്റെ ജീവിതം മാറാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഹീലിംഗ് ഉണ്ടായി. പിന്നെ നാളുകളെടുത്തു. എൻ്റെ വിവാഹം കഴിയുന്നത് വരെയും എൻ്റെ പെങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം പറഞ്ഞാൽ അവിടെ ഒത്തിരി സമയമെടുക്കും. അങ്ങനെ ശാപം പിടിച്ച വീട് കർത്താവ് വന്നതോടെ എൻ്റെ പഠിത്തം ശരിയായി. ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റായി. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി. വീട് മുഴുവൻ അകവും പുറവും എൻ്റെ എല്ലാം അറിയാവുന്നയാളാണ് ഇരിക്കുന്നത്. എന്നെ കർത്താവിൽ നടത്തിയ ദൈവദാസൻ്റെ പെങ്ങളുടെ മോനായി ഇരിക്കുന്നത്. നാശം പിടിച്ച എൻ്റെ വീടിനെ കർത്താവ് ഇന്നൊരു സ്വർഗമാക്കി മാറ്റി. അതുകൊണ്ട് ഹെവൻലി ഫീസ്റ്റിലോട്ട് ഞങ്ങൾ ആരെയും വിളിക്കത്തില്ല. നിങ്ങളുടെ വീട്ടിലേക്ക് യേശുവിനെ വിളിച്ചോണം. ഒരു വീട്ടിൽ ഒരാൾ യേശുവിനെ വിളിച്ചാൽ ആ വീട് സ്വർഗമാകും. തങ്കുബ്രദർ തന്നെ ഒരു പാട്ട് പാടത്തല്ലേ എന്ന് എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വിവാഹം നടത്തുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ തന്നെ വിവാഹം ഏത് സ്ഥലത്ത് നടത്തുന്നു എന്നുള്ളതല്ല, ആരുടെ സാന്നിധ്യത്തിൽ നടത്തുന്നു എന്നുള്ളതാണ്. പല തർക്കങ്ങളുണ്ട്. എങ്ങോട്ട് തിരിഞ്ഞ് ആരാധിക്കണം, ഇങ്ങോട്ട് വേണോ അങ്ങോട്ട് വേണോ. പക്ഷേ യേശു പറഞ്ഞു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യത്തിലുണ്ട്. ആ സാന്നിധ്യത്തിൽ വേണം ഈ വിവാഹ ശുശ്രൂഷ നടക്കുവാൻ. നമുക്കൊരു നിമിഷം എല്ലാവർക്കും ഒന്ന് എഴുന്നേൽക്കാം. ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാനാണല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. ആയതിനാൽ ഹല്ലേലൂയ, ഈ ഓഡിറ്റോറിയം മുഴുവൻ, വചനത്തിൽ പറയുന്നു, അവർ ഇരുന്നിടം മുഴുവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവാണ് അദൃശ്യമായ ദൈവത്തെ, അത് യേശുവിനെ യാഥാർത്ഥ്യമാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ. ആകയാൽ ഈ വിവാഹ ശുശ്രൂഷയിൽ ഈ കുഞ്ഞുങ്ങളെ മാത്രമല്ല, നമ്മളെയും അനുഗ്രഹിക്കാനാണ് യേശു വന്നിരിക്കുന്നത്. തോമസ് ബ്രദർ പറഞ്ഞല്ലോ, ആ കാനയിലെ വിവാഹത്തിൽ അവർ യേശുവിനെയും വിളിച്ചു. ആ യേശു ആണ് അവിടുത്തെ പോരാളികളെല്ലാം മാറ്റിയത്. നമുക്ക് ഒന്നിച്ച് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്യാം. ആൻഡ് ഹല്ലേലൂയ, we love you Jesus, and hallelujah, we glorify your name. Fill this place, soak this place with your glorious presence, O Messiah. Hallelujah, hallelujah. എല്ലാവരും ചേർന്ന് മഹത്വമേറിയ മഹത്വത്തിന്റെ രാജാവായ യേശുവിനെ glorify your name, Jesus. And
നന്ദി എൻ്റെ പിതാവേ. ഈ വിവാഹ ശുശ്രൂഷയുടെ മുഴുവൻ കാര്യങ്ങളുടെയും കർത്തൃത്വം യേശു അങ്ങയുടെ കരങ്ങളിൽ തരികയാണ്. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ ഇരു കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇന്ന് ഈ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നവരും വെറുതെ വന്നവരല്ല, അവരെ അങ്ങ് വിളിച്ചുകൂട്ടിയത് അവരെയും അനുഗ്രഹിക്കുവാനാണ്. നന്മകളാൽ നിറയ്ക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ദൈവസന്നിധിയിൽ ഒന്നിരിക്കാം. വിവാഹ ശുശ്രൂഷയിൽ അഖിലിനെയും സ്റ്റെഫിയെയും കുഞ്ഞ് പ്രായം മുതൽ അറിയാം. കൂടുതൽ അഖിലിനെ അറിയാം, സ്റ്റെഫിയെ അറിയാം. വിവാഹ ശുശ്രൂഷയിൽ ഞങ്ങളുടെ മുമ്പിൽ തന്നെ വളർന്നു. എനിക്ക് വിവാഹ ശുശ്രൂഷ നടത്തുന്നതിൽ ഏറ്റവും വലിയ സന്തോഷം അഖിലിൻ്റെ ആറ്റിറ്റ്യൂഡാണ്, മനോഭാവമാണ്. താൻ യു കെയിലായിരിക്കുമ്പോൾ യു കെയുടെയും യൂറോപ്പിൻ്റെയും ചുമതല വഹിക്കുന്ന ജോജി ബ്രദർ, അദ്ദേഹത്തിന് ഒരു സ്ട്രോക്ക് വന്ന ശേഷം ഒരു പാർഷ്യൽ പാരാലിസിസ് വന്നപ്പോൾ തൻ്റെ ജോലിയുടെ ഇടയിലും എല്ലാ ദിവസവും തന്നെ തനിക്ക് ഹെൽപ്പ് ചെയ്യാൻ മോന് അഖിൽ അവിടെ ചെല്ലുകയും ത്യാഗം സഹിക്കുകയും ചെയ്തു. ഒരു കാര്യം അഖിലിനോട് പറയാം, ദൈവം മറക്കത്തില്ല. തൻ്റെ നാമത്തോട് കാണിക്കുന്ന ആദരവും തന്നോട് കാണിക്കുന്ന സ്നേഹത്തിൽ ഒരിക്കലും മറക്കത്തില്ല. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് തോമസ് കുട്ടി ബ്രദറിൻ്റെ നമ്മൾ കേട്ടത്. നമ്മുടെ വേദിയിലായിരിക്കുന്ന എല്ലാവരെയും പരിചയപ്പെടുത്തി. എല്ലാവരും ഒന്നിലൊന്ന് മെച്ചമാണ്. അതിലേറ്റവും മെച്ചപ്പെട്ട ഞാനാണ്. കാര്യം ഏറ്റവും തകർന്നെന്ന് കർത്താവായി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ഒരു നാമമേ ഉയർത്താനുള്ളൂ, യേശുവിൻ്റെ നാമം. വേറെ ഒരു നാമവും ഉയർത്താനില്ല. അതിൻ്റെ കാരണം ഞങ്ങൾ ഇന്നായിരിക്കുന്നത്, ഞാനായിരിക്കുന്നത്, കുടുംബമായിരിക്കുന്നതെല്ലാം യേശു ഉയർത്തെഴുന്നേറ്റ് ജീവനോട് കൂടി ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഏത് വിവാഹ ശുശ്രൂഷയിലും അല്ലെങ്കിൽ ഏത് ശുശ്രൂഷയിലും നമ്മൾ നടത്തുമ്പോൾ ദൈവവചനത്തിന് പ്രസക്തമായ ഒരു സ്ഥാനമുണ്ട്. വേണമെങ്കിൽ ഇപ്പം തന്നെ രണ്ടുപേരുടെ കൈ യോജിപ്പിച്ച്, അല്ലെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല, ഈ ചിലവെല്ലാം കുറവാണ്, നേരെ അവിടെ പോയി രജിസ്റ്റർ ചെയ്തിട്ട് അങ്ങ് പോകാം. ഒരു വീട് പണിത് കഴിഞ്ഞാൽ അല്ലാതെ തന്നെ നല്ല പണച്ചെലവാണ്. അത് പറഞ്ഞപ്പോഴോർത്തെ ബെന്നി ബ്രദർ ഈ വിവാഹ ശുശ്രൂഷയിൽ വരാൻ വളരെയധികം ആഗ്രഹിച്ചായിരുന്നത്. കാലിൽ ചെറിയൊരു പൊട്ടലുള്ളത് കൊണ്ട് വരാൻ പറ്റിയില്ല. ബെന്നി ബ്രദറിൻ്റെയും നിങ്ങളോട് സ്നേഹവന്ദനം അറിയിക്കുകയാണ്. സോ ഒരു വീട് വെച്ചാലും മുഴുവൻ പണം ചിലവാണ്, പക്ഷേ പിന്നെയും അതിനൊരു ശുശ്രൂഷ വെച്ചിരിക്കുക. കുഞ്ഞുണ്ടാകുമ്പോൾ കുഞ്ഞിനെ സമർപ്പിക്കുന്ന ശുശ്രൂഷ. അപ്പോൾ സമൂഹത്തിൽ ഈ ശുശ്രൂഷകളെല്ലാം വച്ചിരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ പ്രാധാന്യം, ഒന്ന് കുടുംബങ്ങളെല്ലാം ഒന്നിച്ച് കാണാം. അല്ലെങ്കിൽ 2-3 തലമുറ കഴിഞ്ഞാൽ ആരും ആരെയും പരിചയമില്ലാത്തവരാകും. സോ ഒരു കുടുംബം ഒന്നിച്ച് യോജിക്കുക ഒരു കൂട്ടായ്മ. ഇന്ന് എല്ലാവർക്കും തിരക്കാണ്, ഭയങ്കര തിരക്കാണ് എല്ലാവർക്കും. സോ ഒന്ന് കൂടാനായിട്ട് അല്പം, ഇപ്പം റെജി ബ്രദറേയും ഇരു കുടുംബങ്ങളെയും സ്നേഹിച്ച് വന്നിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ ആ കൂടിവരവിൽ ഈ ഓട്ടത്തിന് തിരക്കാണല്ലോ എല്ലാവർക്കും. ഒരു നിമിഷം ചിന്തിക്കുവാൻ, എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ എവിടുന്നാണ് വന്നത്, എങ്ങോട്ടായി ഈ യാത്ര എന്നൊക്കെ ഒരു നിമിഷം ചിന്തിക്കാനാണ് ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയുടെ പ്രാധാന്യം. അല്ലെങ്കിൽ എല്ലാവരും തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കും. തോമസ് ബ്രദർ പറഞ്ഞു, ഞാൻ വളരെ തിരക്കല്ല, സൂപ്പർ തിരക്കായിട്ട് ഓടിക്കൊണ്ടിരുന്ന ആൾ വാഹന അപകടം വന്നപ്പം തളർന്നു പോയപ്പോഴാണ് ഇതൊക്കെ എന്തിനാന്നുള്ള തോന്നൽ ആദ്യം വരാൻ തുടങ്ങി. ജീവിതത്തിൽ അവിടെയാണ് ബൈബിളിൻ്റെ ദൈവവചനത്തിൻ്റെ പ്രാധാന്യം. ദൈവവചനം എന്ന് പറയുന്ന ഈ വചനം ഒരു മതഗ്രന്ഥമല്ല, ഇതൊരു പ്രായോഗിക ജീവിതത്തിൻ്റെ, എങ്ങനെ ലോകത്തിലൊരു വാഴ്ചയുടെ ജീവിതമുണ്ടോ അതിൻ്റെ പ്രായോഗിക ജീവിതത്തിൻ്റെ ഇൻസ്ട്രക്ഷനും, 2 നമ്മൾ എവിടുന്നാണ് വന്നെന്നും എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം, നിത്യത വരെയും പോകുന്ന, നിത്യതയിൽ നിന്ന് വന്ന് നിത്യത വരെ പോകുന്ന ഒരു പദ്ധതി ഇതിനകത്തുണ്ടെന്ന് മനസ്സിലാക്കുവാൻ എഴുതി തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസാണ്. ഈ പുസ്തകത്തിൽ നിന്ന് എടുത്തു പറയാനുള്ള കാരണം, മറ്റൊരു പുസ്തകത്തിലും, ഏത് പുസ്തകം എഴുതിയാലും ഏത് പുസ്തകം വായിച്ചാലും 69,000-ൽ പരം ക്രോസ് റെഫറൻസുകൾ 40 തലമുറ, 1000-1500 വർഷം ഇടവിട്ടുള്ള തലമുറകളിൽ പലരും എഴുതിയ പുസ്തകമാണിത്. 69,000 ക്രോസ് റെഫറൻസുകൾ.
പക്ഷേ ഇത് മുഴുവൻ പറഞ്ഞു വരുന്ന ഒരൊറ്റ ആളിനെ കുറിച്ച്, ഒരു രക്ഷകനെ കുറിച്ച്, യേശുവിനെ കുറിച്ച്. തമ്മിൽ കണ്ടിട്ടില്ലാത്ത തലമുറ 1500 വർഷമാകുമ്പോൾ നമുക്കറിയാം, കണ്ടിട്ടില്ല എന്നല്ല, ഓർത്തിട്ട് പോലുമില്ല. പക്ഷെ ഇവരെല്ലാം എഴുതുമ്പോൾ ഒരേ ആളിനെ കുറിച്ച് എഴുതി. ആ ഉയർത്തെഴുന്നേറ്റ യേശു പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ബോധ്യം തന്നു യേശു ജീവനോടെ ഉണ്ടെന്ന്. ഈ വേദിയിലിരിക്കുന്ന ഞങ്ങളെല്ലാവരും, തോമസ് ബ്രദർ എടുത്തു പറഞ്ഞല്ലോ, സ്വർഗീയ വരുന്ന സഭയിൽ വരാൻ ഞങ്ങൾ ക്ഷണിക്കാറില്ല. പക്ഷേ ഈ ഉയർത്തെഴുന്നേറ്റവനായ യേശുവുമായിട്ട് വ്യക്തിപരമായൊരു ബന്ധം സ്ഥാപിച്ചാൽ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും, ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ടാകും ജീവിതത്തിൽ. നാം ഇന്ന് വിവാഹ ജീവിതമാണ്, വിവാഹ ശുശ്രൂഷ നടക്കാൻ പോകുന്നത്. ആ വിവാഹ ശുശ്രൂഷ നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവവചനത്തിൽ അനുഗ്രഹത്തെക്കുറിച്ച്, അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്ന് എഴുതിയിരിക്കുന്നത്. ആ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കുടുംബജീവിതമാണ്. കുടുംബജീവിതം എങ്ങനെ നടത്തണം, അത് എവിടൊക്കെയാണ്, ആർക്കൊക്കെ എന്തൊക്കെ ഉത്തരവാദിത്വമുണ്ട്, അതെല്ലാം വ്യക്തമായി എഴുതി തന്നിരിക്കുന്ന പുസ്തകമാണ് ഈ തിരുവെഴുത്ത്. യേശു തന്നെ സ്വന്തം വാമൊഴിയായി പറഞ്ഞു. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിൽ 24-ാമത്തെ വചനത്തിൽ യേശു ഇങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ വാക്ക് കേട്ട് ചെയ്യുന്നവൻ ക്രിസ്ത്യാനിയാകുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, എൻ്റെ വാക്ക് കേട്ട് ചെയ്യുന്നവൻ ബുദ്ധിമാൻ. നമ്മൾ ലോകപ്രകാരം ബുദ്ധിപരമായ കാര്യങ്ങൾ നയിക്കണമെന്ന് പറയുമ്പോൾ യേശു പറയാണ്, എൻ്റെ വാക്ക് കേട്ട് ചെയ്യുന്നവൻ. എൻ്റെ വാക്ക് കേട്ടേച്ച് പോകുന്നവനല്ല, അത് ചെയ്യുന്നവൻ. പല വാക്കുകൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സഹായിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ട്. ആ വാക്ക് കേട്ട് ചെയ്യുന്നവൻ, വചനം വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഒക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് ബുദ്ധിയുള്ള മനുഷ്യൻ, ബുദ്ധിമാൻ. അതേസമയത്ത് ക്രിസ്തുവാണ് യേശു എന്ന് അറിഞ്ഞെന്നത് പിതാവ് ഹൃദയം തുറക്കുന്നവൻ ഭാഗ്യവാൻ. ലോകം ഭാഗ്യം എന്ന് പറയുമ്പോൾ സാമ്പത്തികമായ ഉയർച്ചയും ബാക്കിയെല്ലാം പറയുമ്പം യേശുവാണ് ക്രിസ്തു എന്ന് അറിയുന്നവനാണ് യഥാർത്ഥ ഭാഗ്യവാൻ. ആ ക്രിസ്തു ഇന്ന് നമ്മളിൽ വസിക്കുക. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ വാക്ക് കേട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഏതെങ്കിലും മതത്തിൻ്റെ ആണോ? അല്ല. ഇതൊരു മതപുസ്തകമല്ല, നമ്മൾ പ്രസംഗിക്കുന്ന ഒരു മതവും അല്ല, ദൈവരാജ്യമാണ്. സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും ആ ദൈവരാജ്യം നമ്മളിലാണ് വന്നിരിക്കുന്നത്. നമ്മളാ ദൈവത്തിൻ്റെ മന്ദിരം. ആ വചനപ്രകാരം ആര് നടന്നാലും യേശു പറഞ്ഞ വാക്കുകൾ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നമ്മൾ ചിലപ്പം ചിന്തിക്കാറുണ്ട്, വിശ്വാസത്തിലല്ലാത്തവരും വലിയ വലിയ സ്ഥാനങ്ങളിലെത്തുന്നു. അവരുടെ ഒരു ക്വാളിറ്റി ഉണ്ട്, സൗമ്യത. ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ തന്നെ അതൊരു നിയമമാകും. നമ്മൾ ക്ഷമിക്കുമ്പോൾ ക്ഷമിക്കപ്പെടും, അതിൽ തന്നെ ഒരു നിയമമാണ്. അത് ദൈവം പറഞ്ഞ വാക്കിന് മാറ്റം വരത്തില്ല. അങ്ങനെയാണെങ്കിൽ കുടുംബജീവിതത്തെക്കുറിച്ച് 1-2 വചനം പറഞ്ഞ് നമ്മൾ വിവാഹ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. സദൃശ്യവാക്യങ്ങൾ, വേർഡ്സ് ഓഫ് വിസ്ഡം എന്ന പരിജ്ഞാനത്തിൻ്റെ വാക്കുകളാണ് സദൃശ്യവാക്യങ്ങൾ. ആ സദൃശ്യവാക്യം 24-ാം അധ്യായം 3-4 വാക്യം ഒരു കുടുംബജീവിതത്തിൻ്റെ അടിത്തറ എന്തായിരിക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. പലരും പറയും സ്നേഹമാണ്. എന്നാൽ സ്നേഹത്തിലല്ല കുടുംബജീവിതം ആരംഭിക്കുന്നതും കല്യാണം ആലോചിക്കുന്നതും ഒക്കെ. സ്നേഹം കാലത്തോടു കൂടെ വളർന്നു വരുക ചെയ്യുന്നത്. സ്നേഹിച്ച് സ്നേഹം ഉത്ഭവിച്ചു വരുക. ഞാൻ എൻ്റെ കാര്യം പറയാം, യേശുവിനെ വിശ്വസിക്കുന്ന സമയത്ത് എനിക്ക് തളർച്ചയിൽ നിന്ന് എഴുന്നേൽക്കണം, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറണം, 100 ലിസ്റ്റായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പം ലിസ്റ്റ് മുഴുവൻ പോയി, സ്നേഹമായി ഏറ്റവും വലുത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുടുംബജീവിതത്തിലായിക്കോട്ടെ, യേശുവിൽ വിശ്വാസത്തിലായിക്കോട്ടെ, എല്ലാത്തിലും 3 വാക്കുകൾ പ്രധാനമായി ദൈവവചനം പറയുന്നു. ഒരു കുടുംബജീവിതമായിക്കോട്ടെ, വിശ്വാസ ജീവിതമായിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, ഏതും ചെയ്യുന്നതിന് 3 പ്രധാന വാക്ക് സദൃശ്യവാക്യങ്ങൾ വായിക്കപ്പെടുന്നു. 24, 3, 4 വാക്യങ്ങൾ. ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു. ജ്ഞാനം കൊണ്ട്, അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട്, അല്ലെങ്കിൽ അറിവ് കൊണ്ട്, ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു. വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു. ഇംഗ്ലീഷ് വിവേകം കൊണ്ട് അത് സ്ഥിരമായിരിക്കുന്നു.
പരിജ്ഞാനം കൊണ്ട് അതിന്റെ മുറികളിൽ വിലയേറിയതും മനോഹരവുമായ സകല സമ്പത്തും നിറഞ്ഞു വരുന്നു. ഈ 3 കാര്യങ്ങളിൽ എവിടെയും സ്നേഹം നമ്മൾ കാണുന്നില്ല. 3 പ്രധാനപ്പെട്ട വാക്കാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്: വിസ്ഡം, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് നോളജ്. ഇത് 3 കൊണ്ടാണ് കുടുംബജീവിതം നയിക്കേണ്ടത്, ബിസിനസ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ വിശ്വാസ ജീവിതം നയിക്കേണ്ടത്. അതുകൊണ്ടാണ് ഒരു പുതിയ സൃഷ്ടിയുടെ പ്രാർത്ഥനയിലും ഗിവ് മീ ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം ദാറ്റ് ഐ മേ അണ്ടർസ്റ്റാൻഡ്, ദാറ്റ് ഐ മേ നോ. നോളജ്, വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ചുരുക്കം പറഞ്ഞാൽ, മനസ്സിലാക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഒരു പുസ്തകം വായിച്ചാൽ ഒരു വാഹനം എങ്ങനെ ഓടിക്കണമെന്ന് നമുക്ക് പുസ്തകം വായിച്ച് അറിവ് കിട്ടും. എന്നാൽ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഒരാളുടെ കൂടെ ഇരുന്ന് പഠിക്കുമ്പോൾ അതിൻ്റെ നോളജ് കിട്ടും. എങ്ങനെയാണ്, എന്തൊക്കെയാണ് സാധനം, സ്റ്റിയറിങ്, ബ്രേക്ക്, ക്ലച്ച് അറിയും. പക്ഷേ പ്രായോഗികമായ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കാൻ ഇരിക്കുമ്പം അവിടെ വേണ്ടിയത് പരിജ്ഞാനമാണ്, വിസ്ഡമാണ്. എപ്പോഴാണ് ബ്രേക്ക് ഔട്ടേണ്ടത്, എപ്പോഴാണ് ആക്സലേറ്റർ ഇടേണ്ടത്. അവിടെ വേറെ എനിക്ക് കിട്ടിയ നോളജും എനിക്ക് കിട്ടിയ അറിവും എനിക്ക് കിട്ടിയ അണ്ടർസ്റ്റാൻഡിങ്ങും അത് രണ്ടും പ്രായോഗികത്തിൽ വരുന്നത് വിസ്ഡമാണ്. ഇത് 3 ഉപയോഗിച്ച് ഒരു വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കിയാൽ ആ വിവാഹ ജീവിതത്തിൻ്റെ അടിത്തറ, അതാ മുറികളിൽ വലിയേറിയ വസ്തുക്കൾ, സാമ്പത്തികമായും ഭൗതികമായ എല്ലാ നന്മകൾ കൊണ്ട് നിറയും. അങ്ങനെയാണ് കുടുംബജീവിതത്തിൻ്റെ അടിത്തറയും ഇതിനകത്ത് തന്നെയാണ്. പത്രോസ് തൻ്റെ ലേഖനത്തിൽ, ഞാൻ പത്രോസിൻ്റെ ലേഖനം എടുത്തു പറയാൻ കാരണം, പത്രോസ് ഒരു വിവാഹിതനായതുകൊണ്ട് താൻ പറയുന്ന വാക്കുകൾ കുറച്ചുകൂടെ ഒരു പ്രാക്ടിക്കാലിറ്റി കാണും. പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു. വളരെ ശ്രദ്ധിച്ച് നമുക്ക് കേൾക്കാം. പ്രായോഗികമായ പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശമായത് വായിച്ചു. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. അപ്പം ഇത് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ ഒരു തത്വമാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനെ കുറിച്ചാണ് ഇത് പറയുന്നത്? 1-ാമത്തെ വാക്യം, ഭാര്യമാരെ. കുടുംബജീവിതത്തെക്കുറിച്ചാണോ ഈ പറയുന്നത്? അവിടെ എങ്ങനെയാ പകരത്തിന് പകരം, ശകാരത്തിന് ശകാരം? ഒരു ഭാര്യയും ഭർത്താവും മനസ്സിൽ കയ്പ് വെച്ചുകൊണ്ടിരുന്നാൽ, അതാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം. അതിൻ്റെ ഏത് അധ്യായം എടുത്താലും വിവാഹ ജീവിതത്തിന് ഏറ്റവും വലിയ മൂല്യമാണ് കൊടുത്തിരിക്കുന്നത്. കൊലോസ്യർ 3:18-17 മുതൽ വായിച്ചോ. ഇത് നിങ്ങൾ രണ്ടുപേർക്കും പ്രായോഗികമാണ്. 17 മുതൽ, വാക്കിനാലും ക്രിയയാലും എന്ത് ചെയ്താലും നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ, രാവിലെ എഴുന്നേൽക്കുമ്പോഴും കൈകോർത്ത് പിടിച്ച് യേശുവിൻ്റെ നാമത്തിൽ വേണം ആ ദിവസം തുടങ്ങാൻ, യേശുവിൻ്റെ നാമത്തിൽ വേണം അത് അവസാനിപ്പിക്കാൻ. വാക്കിനാലും ക്രിയയാലും എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും, യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പീൻ. ഇത് പറഞ്ഞ ശേഷം ഉടനെ അടുത്ത് പറയുന്നത് എന്താണ്? ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുവീൻ. എന്നിട്ട് അടുത്ത് പറയാണ്, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ, അവരോട് കയ്പായിരിക്കരുത്. അപ്പം ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഇതൊക്കെ പ്രാക്ടിക്കലാണോ? വരാം. ചില കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കുന്നില്ല, ചില കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിനകത്ത് വിഷമം വന്നു, എന്നാൽ പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ വളരെ വളരെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്, സന്തോഷമുള്ള മനസ്സ് അത് തന്നെ ഒരു ഔഷധമാണ്, പക്ഷേ കയ്പ് അസ്ഥികൾക്ക് അത് ഉണക്കിക്കളയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാം അടിസ്ഥാനം കുടുംബജീവിതമാണ്. ഭർത്താവ് ഭാര്യയോട് കയ്പ് വെക്കരുത്. അതാണ് നേരത്തെ 1 പത്രോസ് 3 വായിച്ചത്. പകരത്തിന് പകരവും ശകാരത്തിന് ശകാരവും ചെയ്യാതെ ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയും അനുഗ്രഹിക്കണം, യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കണം. എന്ത് ചെയ്താലും വാക്കിനാലും ക്രിയയാലും അനുഗ്രഹിക്കണം. നിങ്ങളുടെ വാക്കിനാൽ എന്ന് പറഞ്ഞാൽ 2 വാക്കേ ഉള്ളൂ നമ്മുടെ വായിൽ നിന്ന് വരുന്നത്. സദൃശ്യവാക്യം പറയുന്നത് ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ നാവിലിരിക്കുന്നു, അത് ഇഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഗ്രഹിക്കും. എൻ്റെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കേണ്ടത് വേറെ ആരുമല്ല. ഇന്ന് ഞങ്ങൾ ഇരുവരെയും അനുഗ്രഹിക്കുന്നുണ്ട്.
പക്ഷേ ആ അനുഗ്രഹത്തെ പ്രാബല്യത്തിൽ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിൻ്റെ പ്രാക്ടിക്കൽ ഇൻസ്ട്രക്ഷൻ ആ കയ്യിലിരിക്കുന്ന പുസ്തകം. എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം, അതിൻ്റെ ആ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിന്നാൽ, ഞാനൊരു കാര്യം പറയാം, ഒരു ഭാര്യയും ഭർത്താവ് ഒരൊറ്റ മനസ്സോടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർത്ത് ഒറ്റ മനസ്സോടെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം, എ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗെദർ സ്റ്റേസ് ടുഗെദർ എന്നാ, അത് പ്രാർത്ഥിച്ച ലോകത്തിൽ ഒരു ശക്തിക്കും നിങ്ങൾ തൊടാൻ പറ്റത്തില്ല. അത് ദൈവവചനത്തിലെ വ്യവസ്ഥയാണ്. അത് തകർക്കാനാണ് പിശാചിൻ്റെ തന്ത്രം. അതിനാ പകരത്തിന് പകരം എന്നോട് ഇത് പറഞ്ഞില്ലേ, അതുകൊണ്ട് അത് വരും. നിങ്ങൾ എൻ്റെ അമ്മ വന്നപ്പോൾ ഇങ്ങനെയല്ലേ നോക്കിയേ. അതുകൊണ്ട് പ്രായോഗികമായി എങ്ങനെ ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താവിനോട് കീഴ്പ്പെടണം. ഏത് അധ്യായം നോക്കിയാലും ഭാര്യമാരോടാണ് ആദ്യമേ സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഭാര്യമാരോട് എന്ന് പറഞ്ഞ് എല്ലാ വചനം, എഫീഷ്യരായിക്കോട്ടെ കൊലോസ്യരായിക്കോട്ടെ, ഏത് അധ്യായത്തിൽ നോക്കിയാലും ഭാര്യ ഭർത്തൃബന്ധം കുടുംബജീവിതത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുക, കർത്താവിൻ്റെ വരവിനെ പോലെ തന്നെ. അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ്, ഭയത്തോടെയുള്ള നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ട്, നിങ്ങളുടെ പ്രതികരണം കണ്ട്, നിങ്ങളുടെ സൗമ്യത കണ്ട്, നിങ്ങളുടെ ആ സ്റ്റിൽ ബോഡി കണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പെൺകൊച്ച്, ഇപ്പോൾ സ്റ്റെഫി ആ കുടുംബത്തിൽ ജനിച്ചു, 2ാം ക്ലാസ് 3ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ചെറുപ്രായത്തിൽ എനിക്ക് ഉറപ്പുണ്ട് ഡോൾ വെച്ചായിരിക്കും കളിച്ചത്. വാങ്ങിച്ചു തന്നായിരുന്നു വീട്ടിൽ നിന്ന്. ഡോൾ വെച്ച് കഞ്ഞിക്കറി, അമ്മയുടെ ഷോളൊക്കെ എടുത്ത് അമ്മ കളിക്കുന്നു. അങ്ങനെ ഒരു 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 സ്റ്റെഫി എന്ന് പറയുന്ന ആ പെങ്കൊച്ച് ചെറുപ്പം മുതൽ ഇവിടെ ഇന്ത്യയിൽ മാത്രമല്ല, അമേരിക്ക, ചൈന, എവിടെ നോക്കിയാലും സ്ത്രീകൾ അല്ലെങ്കിൽ ഒരു പെങ്കൊച്ച് ജനിക്കുമ്പോൾ ഒരു കുടുംബത്തെ എങ്ങനെ നടത്തണം, അതാ മനോഭാവം. അതിൻ്റെ കളിപ്പാട്ടങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ സ്റ്റെഫിയോട് ചോദിക്കും, സ്റ്റെഫി, ഈ കാണുന്ന പുരുഷനോട് ഒരു നല്ല ക്രൈസ്തവ ഭാര്യയായി ജീവിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഊവെന്ന് മറുപടി ചെറുപ്പം മുതലേ ട്രെയിൻ ആകുക. എനിക്ക് ഉറപ്പുണ്ട് സ്റ്റെഫിയുടെ അമ്മ പറഞ്ഞ കാണും, എടി ഇങ്ങനെയൊന്നും കിടന്ന് ഉറങ്ങരുത്, വല്ലതും വീട്ടിൽ പോകണ്ടേ, ഞങ്ങളുടെ പേര് കളയരുത്, പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. അത് വലിയ പ്രത്യേകിച്ച് പ്രവചനം വരെയൊന്നും വേണ്ട, എൻ്റെ മോളോടും അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പം പെൺപിള്ളേർ അല്ലെങ്കിൽ പെൺകൊച്ചുകളെ വളർത്തിക്കൊണ്ട് വരുന്നത് മനോഭാവം ഒരു വീടിൻ്റെ അടിത്തറ പാകാനായിട്ടാണ്. അതേസമയത്ത് ഇപ്പം അഖിലിനോട് ഞാൻ ചോദിക്കുമ്പോൾ അഖിൽ എല്ലാം ഓക്കെ പറയെങ്കിലും മനസ്സിൽ ഒരു ചെറിയ ആശങ്ക, ഇതൊക്കെ എങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല. അതിൻ്റെ കാരണം, ഒരു പുരുഷനെ സംബന്ധിച്ചോളം ചെറുപ്പം മുതലേ ജോലി വേണം, വരുമാന മാർഗം, അതാ തൻ്റെ മനസ്സിലിരിക്കുന്ന. വിവാഹം ഇടയ്ക്ക് കയറാറേയില്ല. വീട്ടിലും അത് തന്നെയാണ്. നീ നല്ല ചാതി നല്ലപോലെ പഠിച്ചോണം, അല്ലെ നല്ല ജോലി കിട്ടത്തില്ല, നിനക്ക് പെണ്ണ് കിട്ടത്തില്ല. കളിപ്പാട്ടാണേലും മറ്റേ വെടി വെക്കുക, മരത്തെ കയറുക, ബാറ്റ്മാൻ കളിക്കുക, അതൊക്കെയാണ് കളിപ്പാട്ടം. അതുകൊണ്ടാണ് ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താവിന് കീഴ്പ്പെടണമെന്ന് പറയുമ്പോൾ ആ വചനം ഞാൻ ഇന്നത്തെ ദിവസത്തേക്കൊന്ന് മാറ്റി, വചനം മാറ്റിയെന്ന് ആരും പറഞ്ഞേക്കരുത്. ഭാര്യമാരെ, സ്റ്റെഫിയെ, അഖിലിനോട് ഒരു സഹതാപം തോന്നണം. ഒറ്റ അടിക്ക് സ്റ്റെഫിയുടെ മുമ്പിൽ പപ്പയായിരിക്കും ആദർശ പുരുഷൻ. സ്റ്റെഫിയുടെ മനസ്സിൽ കാണുന്ന ആ ഭാര്യ ഒറ്റ ദിവസം ഭർത്താവായിട്ട് കിട്ടത്തില്ല. ക്ഷമയോടെ സ്നേഹത്തോടെ കീഴ്പ്പെടുമ്പോൾ സ്റ്റെഫി ആഗ്രഹിക്കുന്നതിനേക്കാളും മെച്ചപ്പെട്ട ഒരു അഖിലിനെ കയ്യിൽ കിട്ടും. അതാണ് ഭാര്യമാർ കീഴ്പ്പെടണമെന്ന് പറഞ്ഞത്. കാര്യം മനസ്സിൽ തൻ്റെ ചെറുപ്പം മുതലേ ഒരു വിവാഹം മുമ്പിൽ നിൽപ്പുണ്ട്. എന്നാൽ ഭർത്താക്കന്മാരോട് പിന്നീട് പറയാണ്, നിങ്ങളുടെ സ്വന്തം ഭാര്യയെ നിങ്ങളെപ്പോലെ തന്നെ സ്നേഹിക്കണം. അതിൻ്റെ കാരണം കൂടെ പറയുകയാണ്. അതിൻ്റെ 7ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കാൻ വിവേകത്തോടെ, എങ്ങനെ അണ്ടർസ്റ്റാൻഡിങ് എന്ന ഇംഗ്ലീഷിൽ, മനസ്സിലാക്കി, സ്റ്റെഫിയെ മനസ്സിലാക്കി വേണം ഇടപെടാൻ. വായിച്ചോ. വിവേകത്തോടെ ഭാര്യമാരോട് കൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രം. ബലഹീനം എന്ന് പറഞ്ഞാൽ ശക്തിക്ക് ബലഹീനമല്ല, ഒരൊറ്റയടിക്ക് താഴെ ഇടും. ബലഹീനം എന്ന് പറയുന്നത് അവരുടെ ഇമോഷണൽ സൈക്കിൾസിന് വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കി വേണം അവരോട് സംസാരിക്കാൻ. അണ്ടർസ്റ്റാൻഡ് ദം, അതാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, അണ്ടർസ്റ്റാൻഡിങ്. എന്നിട്ട് പറയാണ്,
സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൃപയാണ് നമുക്ക് രക്ഷ തന്നെ. യേശുവിലുള്ള വിശ്വാസം കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ആ കൃപയാൽ രക്ഷ എന്ന് പറയുന്നത് സോത്സോ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ എല്ലാം അറയിൽ നിറവ് അതാണ് സോത്സോ. സാമ്പത്തികമായിക്കോട്ടെ, സമാധാനമായിക്കോട്ടെ, എല്ലാത്തിൻ്റെയും നിറവ് യേശുവിൻ്റെ നിറവിൽ നിന്നും നിറയുന്നതിൻ്റെ പേരാ സോത്സോ. അത് അവിടെ എഴുതിയിരിക്കുന്ന രക്ഷ, സ്വർഗം, നിത്യത. അത് മാത്രമല്ല, ഭൂമിയിലൊരു വാഴ്ചയുടെ ജീവിതം. ഇതെല്ലാം ആ സോത്സോയ്ക്കകത്ത്, കൃപയ്ക്കകത്ത് ഇരിപ്പുണ്ട്. ആ കൃപയുടെ പരിപൂർണത നിങ്ങൾ രണ്ടുപേരും അനുഭവിക്കണമെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, ഭർത്താവ് ഒറ്റയ്ക്ക് ദൈവത്തിൻ്റെ എല്ലാം കിട്ടുമെന്ന് വിചാരിക്കരുത്. ഭാര്യയും കൂടെ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശിയാണ്. ഷീ ഈസ് എ കോ എയർ ടു ദ ഇൻഹെറിറ്റൻസ് വിച്ച് ഗ്രേസ് ഹാസ് പ്രൊവൈഡഡ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഒരു ഭാര്യയും ഭർത്താവും ഒറ്റ മനസ്സോടെ നിന്നാലേ കൃപയുടെ പരിപൂർണത നിങ്ങളുടെ മേൽ വരത്തുള്ളൂ. ആ പരിപൂർണത ഒരു ഭാര്യ ഭർത്താവ് അതിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ്. ഓരോ ദിവസത്തെ ജീവിതത്തിലാണ് സ്നേഹം വർദ്ധിച്ചു വരുന്നത്. വർഷം കൂടുന്തോറും ഭാര്യമാരെ മിസ് ചെയ്യാൻ തുടങ്ങും, സ്നേഹം വർദ്ധിച്ചു വരും. ആ കാര്യങ്ങളാണ് അവിടെ പ്രായോഗിക ജീവിതത്തിൽ, കുടുംബജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നിട്ട് വചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് പരസ്പരം അനുഗ്രഹിപ്പീൻ. മാത്രമല്ല 9ഉം 10ഉം വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായി തീർപ്പീൻ. 10ാമത്തെ വാക്യം: ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും ഭാര്യ ഭർത്തൃബന്ധത്തിൽ പറഞ്ഞിരിക്കുക, നിങ്ങളുടെ നാവ് കൊണ്ടാണ് ദോഷം ചെയ്യുന്നത്. നിങ്ങളെ കെട്ടിയത് നാളെ മുതലേ എനിക്ക് അത് കുഴപ്പമായി മാറും. നിങ്ങളുടെ നാവിനെ സൂക്ഷിക്കണം. നിങ്ങൾ ഇങ്ങോട്ടും അങ്ങോട്ടും സംസാരിക്കുന്ന മുമ്പേ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഇമ്പൾസീവ് വാക്കുകൾ സൂക്ഷിക്കണം. മുറിവുകൾ ഏറ്റാൽ അതവിടെ കിടക്കും. അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹം. യേശു കർത്താവായും പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കാനുമുണ്ട്. നമുക്ക് പലപ്പോഴും ചിന്ത വരും, എങ്ങനെ ഇത് ചെയ്യും? അവിടെ ഓർത്തോണം, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം എനിക്കൊരു നല്ല ഭർത്താവും ഭാര്യയായി മാറാൻ പറ്റും. ഒറ്റ ദിവസം കൊണ്ടല്ല, പ്രായോഗികമായി ഇറ്റ് കംസ്. അതുകൊണ്ടാണ് പേഷ്യൻസ്. വചനത്തിൽ ഇങ്ങനെയാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നത് 1:4, ലെറ്റ് പേഷ്യൻസ് വർക്ക് ഇൻ യുവർ ലൈഫ്. പേഷ്യൻസ് ആണ് വർക്ക് ചെയ്യുന്നത്. ആ ദീർഘക്ഷമ, ആ പേഷ്യൻസ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ടാണ് ഈ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടതാകയാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായി തീരുവീൻ. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഭർത്താവ് വീട്ടിൽ ചില ഭാര്യമാർ പറയും അങ്ങേര് പിശാച, പക്ഷേ ലോകത്തിന് അങ്ങേര് ദൂതന്മാരാ. ഭാര്യ പറഞ്ഞ് അദ്ദേഹത്തെ വീട്ടിൽ പിശാചാക്കി വെച്ചിരിക്കുക. ഭാര്യ പറയും ഇവള് വന്നതേ പിശാചായിട്ടാണ്. വാക്കുകൾ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് 10ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കുക. ഈ ജീവനെ, കൃപ നൽകിയിരിക്കുന്ന സമൃദ്ധിയായ ജീവനെ അനുഭവിക്കണമെങ്കിൽ ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ, പ്രോസ്പെറിറ്റി കാണാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നെങ്കിൽ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും. നാക്കുകൊണ്ടാണ് ദോഷം ചെയ്യുന്നത്. നാക്കുകൊണ്ടാണ് കുടുംബത്തിൻ്റെ അടിത്തറ പോകുന്നത്, വേറെ കൊണ്ടല്ല. അയലോക്കംകാരുടെ കൂടോത്രവും മന്ത്രവാദവും ഒന്നുമല്ല. നിങ്ങളുടെ നാവ് കൊണ്ട് ജീവചക്രത്തിന് തീ കൊളുത്തുന്നു എന്ന് വചനത്തിൽ എഴുതിയിരിക്കുക. എൻ്റെ ജീവചക്രത്തിന്, എൻ്റെ കുടുംബ ജീവിതത്തിൽ, എൻ്റെ മക്കളുടെ ഭാവിയിൽ തീ കൊളുത്താൻ നാക്കുകൊണ്ടേ പറ്റത്തുള്ളൂ, വേറെ ഒന്നും കൊണ്ട് പറ്റത്തില്ല. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാം, ലോകത്തിൽ ഒരു ശക്തിക്ക് പോലും ഒരു ഭാര്യയും ഭർത്താവ് ഒറ്റ കട്ടോടെ നിന്നാൽ, ഒറ്റ മനസ്സോടെ നിന്നാൽ അവരെ തൊടാൻ പറ്റത്തില്ല. അവർ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. പലപ്പോഴും ചിലർ പറയും യേശുവിനെ ഭർത്താവല്ല, യേശു വലുതെന്ന്. ഞാൻ അതിനെ തിരുത്തി പറയാം, യേശു ആണ് വലുത് ഹൃദയത്തിൽ, പക്ഷേ പ്രായോഗിക ജീവിതത്തിൽ വീടിൻ്റെ തല ഭർത്താവാണ്. ഇതിന് ശേഷം എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 31-ാമത്തെ വാക്യം, ഇത് നമ്മൾ കാണുന്നത് ഈ വിവാഹ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് അത് അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ പുരുഷൻ തൻ്റെ അപ്പനെയും അമ്മയും വിട്ട്, വായിച്ചേ, അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്.
ഇത് അപ്പം ഇന്ന് വരെ യു ഹാഡ് മെനി തിങ്സ് ടു ടേക്ക് കെയർ. പക്ഷെ ഇന്ന് മുതൽ ഒരാളെ ടേക്ക് കെയർ ചെയ്യാൻ മാത്രമാണ് വിളിച്ചിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് സ്റ്റെഫി. സ്റ്റെഫിയെ അപ്പനും അമ്മയും വളർത്തി. അവർ ഒരു പെങ്കൊച്ചിനെ അല്ല തരുന്നത്, അവരുടെ ഹൃദയത്തിൽ ഒരു നിധിയെ ഏൽപ്പിക്കുന്നത്. അതിനെ പോറ്റി പുലർത്തണം. അതിൻ്റെ 29 വായിച്ചേ. ഭർത്താവ് ഭാര്യയെ പോറ്റി പുലർത്തുന്നത് പോലെ. ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുക അത്രേ ചെയ്യുന്നത്. പോറ്റുക, പുലർത്തുക. പല ഭർത്താക്കന്മാരും ഇങ്ങനെയാ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ല ഓടുന്നത്, ഞാൻ ഇതിനു വേണ്ടിയാ ഓടി നടക്കുന്ന, നീയും നിന്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഓടുന്നത്. ശരിയാ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പുരുഷനെ സംബന്ധിച്ചോളം വരുമാന മാർഗം, സ്രോതസ്, അതാ ഏറ്റവും വലുത് കുടുംബത്തെ നടത്തുവാൻ. പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം ഭർത്താവിൻ്റെ അംഗീകാരവും സ്നേഹമാണ് ഏറ്റവും വലുത്. ഒരു പുരുഷനെ ജോലി നഷ്ടപ്പെടുമ്പോൾ ഷോക്കാകും. പക്ഷെ ഒരു ഭാര്യയെ തൻ്റെ ഭർത്താവിൽ നിന്നും സ്നേഹവും അംഗീകാരം കിട്ടിയില്ലെങ്കിൽ മരണതുല്യമായി തീരും. തൻ്റെ ജീവിതം തകർന്നു. ഇതെല്ലാം പ്രായോഗികമായി എങ്ങനെ നടത്തണമെന്നാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ താഴെ ഇപ്പം നമ്മൾ വായിച്ചത്, പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഈ വിവാഹത്തിന് ശേഷം ഇതേ വാക്യം യേശു പറഞ്ഞതായി നമ്മൾ വായിക്കാൻ പോകും. ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഈ വിവാഹം ഇവിടെ നടക്കുമ്പോൾ യേശുവും സഭയും തമ്മിലുള്ള നടക്കാൻ പോകുന്ന വിവാഹത്തിൻ്റെ നിഴലാണ് ഇവിടെ നടക്കുന്നത്. യേശു തൻ്റെ സഭയാകുന്ന മണവാട്ടിയായി വിവാഹം കഴിക്കാൻ പോകുന്നതിൻ്റെ സൂചനയാണെന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. യേശുവിൻ്റെ വരവ് എത്ര പ്രാവശ്യം പറഞ്ഞോ അതിനേക്കാൾ 25 പ്രാവശ്യം കൂടുതൽ ആണ് യേശു പറഞ്ഞു, ഞാൻ വീണ്ടും വരും നിശ്ചയം. നമ്മൾ ഈ വിവാഹം കാണുമ്പോൾ, ഒരു വിവാഹ ശുശ്രൂഷയിൽ പോകുമ്പോൾ, എന്തിനാണ് ഇത് സമൂഹത്തെ മുഴുവൻ വിളിച്ച് നടത്തുന്നത്? ഒരു കാര്യം ഓർമ്മിപ്പിക്കാനാ. ജീവിതത്തിൽ ഈ കാര്യം വ്യക്തമായി നടക്കാൻ പോകുന്നതാണ്. നമ്മൾ എല്ലാം ഏത് ക്രൈസ്തവ സമൂഹത്തിൽ നിന്നാണേലും ആ കർത്താവിൻ്റെ മേശയിൽ ഇങ്ങനെ പറയും, അവൻ വരുവോളം. എല്ലാ ഞായറാഴ്ചയും ആ സഭായോഗത്തിലോ ഏത് ക്രൈസ്തവ വിഭാഗത്തിലാണല്ലോ ആ മേശയുടെ മുമ്പിൽ പറയും, ഓർക്കണം. എന്താണ് ഓർക്കേണ്ടത്? ഞാൻ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, 3 ഞാൻ വരും നിശ്ചയം. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് യേശു പറഞ്ഞു, ഞാൻ മരിക്കും, ഉയർത്തെഴുന്നേൽക്കും. യേശു മരിച്ചു കഴിഞ്ഞ ശിഷ്യന്മാരൊക്കെ വളരെ ബുദ്ധിമുട്ടി. അവരുടെ പ്രതീക്ഷകളെല്ലാം തകർന്നു. അവർ കല്ലറയിലേക്ക് പോയപ്പോൾ അവിടെ ഒരു ദൂതൻ ഇരുന്നുകൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം, യേശു പറഞ്ഞ വാക്ക് നിവർത്തിക്കും. ഓരോ ദിവസം ചിലപ്പം താമസം വരുമ്പോൾ നമ്മൾ ഓർക്കും, യേശു വരുവോ ഇല്ലയോ? ഇല്ല. ഞാൻ മരിച്ചു ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞെങ്കിൽ ആയിരക്കണക്കിന് വർഷം വിവിധ തലമുറയിലുള്ളവർ രക്ഷകൻ വരുന്നു എന്ന് പറഞ്ഞെങ്കിൽ വന്നെങ്കിൽ, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റെങ്കിൽ, അതുപോലെ തന്നെ മേഘാരൂഢനായി ആ വലിയ വിവാഹത്തിന് വേണ്ടി അവൻ മടങ്ങി വരും നിശ്ചയം. റബി ജോണത്താൻ എന്ന് പറയുന്ന ഒരു യഹൂദ റബി ഇങ്ങനെയാണ് തൻ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞത്. ഒരു യഹൂദ വിവാഹം നടക്കുമ്പോൾ ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് 25-ാം തീയതി രാവിലെ കോണ്ടൂരിൽ വെച്ച് വിവാഹം നടക്കുന്നു എന്നൊന്നും പറയാറില്ല. ഒരു പുരുഷൻ സ്ത്രീയെ സ്നേഹിച്ചാൽ, ഇഷ്ടപ്പെട്ടു, അപ്പനെയും അമ്മയോടും പറയും, എനിക്ക് വിവാഹത്തിന് വേണ്ടി മോളെ വേണം. അവർ രണ്ടുപേർക്കും സമ്മതമാണെങ്കിൽ ഒരു മോതിരം കൈമാറ്റം ചെയ്യും. അതാണ് വിവാഹ നിശ്ചയം. എന്നിട്ട് പുരുഷൻ തൻ്റെ സ്വന്തം ദേശത്തിലേക്ക് പോകും. ഈ മണവാട്ടി വരുന്ന മുമ്പേ ഒരു നല്ല വീട്, അവക്ക് വേണ്ടിയ സകലതും ആ ഭവനത്തിൽ ഒരുക്കിയ ശേഷം, സമയം, കാലാവധി ഒന്നും പറഞ്ഞിട്ടില്ല, അവൻ വരും തിരിച്ച്. മോതിരം കൈമാറ്റം ചെയ്ത ശേഷം അന്ന് മുതൽ ആ മണവാട്ടിയുടെ, പ്രസ്തുത മണവാട്ടിയുടെ, അവരുടെ പിതൃഭവനത്തിലുള്ള അവകാശം അതോടെ തീർന്നു. അവൾ കാത്തിരിക്കുക, എന്നായിരിക്കും വരുന്നത്. 1 ആഴ്ചയായി, 1 വർഷമായി.
എന്നാൽ ഇടയ്ക്കിടയ്ക്ക് മോതിരം നോക്കുമ്പോൾ അറിയാം വരും നിശ്ചയം. മോതിരം ഇടിച്ചിട്ട പോയിരിക്കുന്നേ. അതാ എഫീഷ്യർ 1:13 പറയുന്നേ, പരിശുദ്ധാത്മാവ് എന്ന അച്ചാരം തന്നു. എന്നിട്ട് യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കാനാണ്. ഈ വചനം ഏറ്റവും വലിയൊരു പ്രണയകഥയാണ്. ലോകത്തെ ദൈവം സ്നേഹിച്ചതുകൊണ്ട് പുത്രനായ യേശുവിനെ എനിക്ക് വേണ്ടി തന്നു. യേശു സ്നേഹിച്ചു. ആ ക്രൂശിൽ സ്നേഹത്തിൻ്റെ മാനിഫെസ്റ്റേഷനായിരുന്നു. എന്നാൽ പോകുന്ന മുമ്പ് യേശു പറഞ്ഞു, ഞാൻ തിരിച്ചു വരും. ഞങ്ങളുടെ മധ്യത്തിൽ ഒത്തിരി അത്ഭുത സാക്ഷ്യങ്ങൾ നടക്കുമ്പോൾ, രോഗസൗഖ്യം നടക്കുമ്പോൾ, ഞാൻ തളർന്നവനാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, ഇതെല്ലാം കാണുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ഒന്ന്, യേശു ജീവനോടെ ഉണ്ട്. 2, പറഞ്ഞതുപോലെ വരും നിശ്ചയം. ചിലർക്ക് യേശു എന്നാ വരുന്നേ, സമയം കാലമൊക്കെ അറിഞ്ഞിട്ട് വേണം മാനസാന്തരപ്പെടാൻ. അല്ല, എപ്പോഴെങ്കിലും വരാം. ഇപ്പം യേശു വന്നാൽ ഞാൻ ഒരുക്കമാണോ? എൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞോ? ആ വിവാഹ നിശ്ചയമാണ് യേശുവേ അങ്ങൻ്റെ കർത്താവാന്ന് പറയുന്നത്. ഇതെല്ലാം തട്ടിപ്പാ, കളിപ്പീര. യേശു ഒന്നും വരാൻ പോകുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്കെല്ലാം ഒരു തൊഴിലില്ലാഞ്ഞുകൊണ്ട് ഇവിടെ കയറി വന്നതാന്ന് ഒക്കെ പിശാച് നമ്മുടെ മനസ്സിനെ വഷളാക്കാൻ നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കും, അല്ല, ഈ യേശു ജീവനോടെ ഉണ്ട്. പറഞ്ഞതുപോലെ തന്നെ വരും. ദൈവഭയം വരും. ഭയം എന്ന് പറഞ്ഞാൽ പേടിയല്ല, പ്രണയത്തിലാകും. ഇന്ന് ഈ വിവാഹ നിശ്ചയം നടക്കുമ്പോൾ, ഈ വിവാഹ നിശ്ചയം നടന്ന സമയത്ത് ഇന്ന് വിവാഹം നടത്തുന്നതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇന്നിവിടെ സ്റ്റെഫി കയറി വന്നപ്പോൾ നിങ്ങളെല്ലാവരും എഴുന്നേറ്റു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേദിയിലായിരുന്ന എല്ലാം ശുശ്രൂഷകർ, അവർ സ്റ്റെഫിയേക്കാളും ഉന്നത സ്ഥാനമായി നിൽക്കുന്നത്. പക്ഷേ മണവാട്ടി കയറി വന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റതുപോലെ, ഇതുപോലെയായിരിക്കും മേഘാരൂഢനായ യേശു വരുമ്പോൾ സകല വിശുദ്ധന്മാരും ദൂതന്മാരും എല്ലാം എഴുന്നേറ്റ്, ദാ മണവാട്ടി വരുന്നു, അതാ നിങ്ങളും ഞാനും. അതെൻ്റെ വിവാഹ നിശ്ചയമായി ഈ ഭൂമിയിൽ തീരുമാനിക്കുന്നു. യേശു എൻ്റേതാ, എൻ്റെ പ്രാണനാഥനാ, എൻ്റെ സഖിയ, നിങ്ങളുടെ സൃഷ്ടാവ്, നിങ്ങളുടെ ഭർത്താവെന്ന് അറിയുന്നില്ലയോ? സ്വർഗത്തിൽ നിന്ന് അയച്ചത് നരകത്തിലോട്ട് വിടാനായിട്ടല്ല, പക്ഷെ അനുസരണക്കേടിൻ്റെ ആത്മാവിൽ നിന്നും വിട്ട് ക്രിസ്തുലോക്ക് തിരിയാനാ. ഇന്ന് ഈ വിവാഹത്തിൽ നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചിരിക്കുന്നതിൻ്റെ കാരണം ഇവരെ അനുഗ്രഹിക്കാനാ. അപ്പോൾ തന്നെ ഈ സത്യം കൂടെ മനസ്സിലാക്കാനാ. നിങ്ങളെല്ലാവരും ലോകസ്ഥാപനത്തിന് മുമ്പേ അറിഞ്ഞവരാ ദൈവത്തെ. ഈ ലോകവും അതിൻ്റെ കാലത്തിലും അതിൻ്റെ ഗതിയിലും എവിടെയോ ആ ദൈവത്തെ നമ്മൾ മറന്നുപോയി. അതിനെ ഒന്ന് ഓർമ്മിപ്പിക്കാനാ പരിശുദ്ധാത്മാവ് ഈ അവസരം നമുക്ക് തരുന്നേ. വിശ്വാസത്തിൽ വന്നിരിക്കുന്നവരുടെ പ്രത്യാശ ഒരിക്കലും ചിലപ്പോൾ നഷ്ടപ്പെട്ട് കാണും, ചിലപ്പോൾ മുറിവേറ്റ് കാണും, ചിലപ്പം കയ്പ് കയറി കാണും. പക്ഷെ യേശുവിന് വ്യത്യാസം വരുത്തില്ല. യഥാസ്ഥാനപ്പെടുത്താൻ ഈ അവസരം ഓർപ്പിക്കണം. അവരെല്ലാവരെയും വിളിച്ചതിൻ്റെ കൂട്ടത്തിൽ യേശുവിനെയും വിളിച്ചു. വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശു തന്നെ വേണമായിരുന്നു ആ കുടുംബത്തിൻ്റെ നിന്ന മാറ്റാൻ, പരിഹാസം മാറ്റുവാൻ. ഞാൻ പറയുന്ന യേശു ഇന്ന് ഈ ഓഡിറ്റോറിയത്തിലുണ്ട്. നിങ്ങൾ ഏത് തുറയിലും ആയിക്കോട്ടെ, ഏത് സഭാവിഭാഗമായിക്കോട്ടെ, യേശു ഒന്നാ. യേശു എല്ലാവരുടേതുമാ. യേശു ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഏത് വെല്ലുവിളിയും ആയിക്കോട്ടെ, എത്ര വലിയ വെല്ലുവിളിയാണേലും ഇന്നൊരു തീരുമാനമെടുക്കണം. എൻ്റെ പ്രശ്നത്തെക്കുറിച്ചല്ല ഞാൻ പറയാൻ പോകുന്നത്, പ്രശ്നത്തോട് ഞാൻ പറയും, ഞാൻ യേശുവിൻ്റെ വകയാണ്, എൻ്റെ അടുക്കൽ നിനക്ക് വരാൻ പറ്റത്തില്ല. നിങ്ങളുടെ കുടുംബത്തിൽ തകർന്ന കുടുംബമായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, പരസ്പരം ഒന്ന് അനുഗ്രഹിക്കാൻ തുടങ്ങിക്കേ നിങ്ങൾ വിചാരിക്കാത്ത അത്ഭുതം നടക്കും. സാമ്പത്തികമായ ഉയർച്ചയായിക്കോട്ടെ, ആരോഗ്യമായിക്കോട്ടെ, ഇതെല്ലാം കൃപ തന്നിരിക്കുക. അതിൻ്റെ അവകാശിയാണ്. അതിൻ്റെ അവകാശം പരിപൂർണമായി ലഭിക്കുന്നത് ഒരു ഭാര്യയും ഭർത്താവ് ഒറ്റ മനസ്സോടെ നിൽക്കുന്നതാണ്. നമുക്ക് ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നമുക്കെല്ലാവർക്കും കൂടെ ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേൽക്കാം. വ്യക്തിപരമായി നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് വീണ്ടും ആവർത്തിച്ച് പറയാം, സ്വർഗീയ വിരുന്ന് സഭയിലോട്ട് ആരും വരണ്ട. പക്ഷെ ഈ സ്നേഹിക്കുന്നവനായ യേശു പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടത്തില്ല. നിങ്ങൾ ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ പേരോ അഡ്രസ്സോ ഒന്നും അറിയണ്ട, അവനറിയാം.
ഇന്ന കസേരയിൽ ഇരിക്കുന്നു എന്ന് അവനറിയാം. ഹൃദയം കൊണ്ട് യേശുവേ, ഈ കേട്ടതെല്ലാം ശരിയാണെങ്കിൽ എൻ്റെ കുടുംബത്തിലെയും അനുഗ്രഹം വേണം, എനിക്കും വേണം ആ ഉറപ്പും ധൈര്യവും, എനിക്കും വേണം ആ പ്രാഗൽഭ്യം. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ട്. പിതാവ് ഇതിന് മുഴുവൻ സാക്ഷ്യം വഹിക്കുക. ദൂതന്മാർ ഇവിടെ സാക്ഷ്യത്തിനായി വിവാഹ ശുശ്രൂഷയ്ക്ക് വന്നിരിക്കുക. വേണ്ടിയവർ ഹൃദയപൂർവ്വം, ഹൃദയത്തിനകത്ത് മാത്രം പറഞ്ഞാൽ മതി, യേശുവേ എൻ്റെയും ജീവിതത്തിൽ അങ്ങ് വരണം. പരീക്ഷണാർത്ഥം അതൊന്ന് പറഞ്ഞു നോക്കിക്കേ. ജീവിതത്തിൽ ഏത് തുറയിലാണോ കുറവ്, അവിടെ കർത്താവായ യേശു പ്രവർത്തിക്കും. And glorify your name, Holy Spirit. Glorify your name, Jesus. Glorify your name, Jesus. Amen. Glorify your name in all the earth. Then sings my soul, my Savior God, to thee. How great you are, and how great thou art, and how great thou art. Then sings my soul, my Savior God, to thee. And how great thou art, and how great thou art. പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഇന്ന് എന്നിലൂടെ സംസാരിച്ചത് അങ്ങാണ്, ഞങ്ങൾ ഓരോരുത്തരോടുമാണ്. ഇന്നും വെല്ലുവിളികളുടെ മധ്യത്തിൽ നിൽക്കുന്നവർ അങ്ങയുടെ നാമത്തെ, യേശുവിൻ്റെ നാമത്തെ വിളിച്ചെങ്കിൽ അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ അവൻ രക്ഷിക്കും. ഹൃദയപൂർവ്വം യേശു എൻ്റെ ജീവിതത്തിൽ വരണമെന്ന് പറഞ്ഞവരെ അവരുടെ ജീവിതത്തിൽ അങ്ങ് ചെല്ലും. പ്രത്യേകാൽ ഇന്ന് അഖിലിനെയും സ്റ്റെഫിയെയും ഇരു കുടുംബങ്ങളെയും സമർപ്പിക്കുകയാണ്. ഞങ്ങൾ ഒന്നിച്ചു വന്നിരിക്കുന്ന ഇരുവരെയും അനുഗ്രഹിക്കാനാണ്. ജീവിതത്തിൻ്റെ ഒരു പുതിയ അധ്യായം അവരുടെ ജീവിതത്തിൽ നിന്ന് ആരംഭിക്കുമ്പോൾ അങ്ങ് തന്നെ അവരുടെ കാൽച്ചുവടുകളെ കൽപ്പിച്ചു വെക്കണം. അങ്ങ് തന്നെ കർത്താവായിരിക്കണം എൻ്റെ യേശുവേ. പരിശുദ്ധാത്മാവെ, പ്രായോഗിക ദിനദോരമായ ജീവിതത്തിൽ അങ്ങ് സഹായിക്കണം, നന്മകളാൽ നിറയ്ക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ദൈവസന്നിധിയിൽ എല്ലാവർക്കും ഇരിക്കാം. വിവാഹ നിശ്ചയരേഖ പ്രകാരമുള്ള വിവരങ്ങൾ. ഈ വിവാഹം ഇന്ത്യൻ ക്രിസ്ത്യൻ മാരേജ് ആക്ടിന് വിധേയപ്പെട്ടും ദൈവവചനപ്രകാരവും ഇവർ തമ്മിൽ വിവാഹിതരാണ്. അവരുടെ സമ്മതങ്ങൾ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഒരു പൊതുവിൽ സമ്മതം അറിയിക്കേണ്ടതുണ്ട്. അവരുടെ വിവരങ്ങൾ നമ്മളുടെ ഈ വിവാഹ നിശ്ചയരേഖയിൽ നിന്ന് വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. കോട്ടയം ജില്ലയിൽ കോട്ടയം താലൂക്കിൽ പനച്ചിക്കാട് വില്ലേജിൽ ചാന്നാനിക്കാട് കരയിൽ പാറയ്ക്കാട്ടിൽ വീട്ടിൽ ഇടിക്കുള എബ്രഹാമിൻ്റെയും ശ്രീമതി ജയമോൾ ഇടിക്കുളയുടെയും മകൻ പരുത്തുംപാറ സ്വർഗീയവരുന്ന സഭാംഗം ആൻഡ് UK സഭാംഗവുമായ ലണ്ടൻ സഭാംഗവുമായ ബ്രദർ അഖിൽ ഇടിക്കുളയാണ് വരൻ. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. താങ്ക് യു. പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ നാരങ്ങാനം വില്ലേജിൽ നാരങ്ങാനം കരയിൽ തടത്തിൽ വീട്ടിൽ ശ്രീ കുരുവിള പത്രോസിൻ്റെയും ശ്രീമതി റേച്ചൽ കുരുവിളയുടെയും മകൾ കോഴഞ്ചേരി സ്വർഗീയവരുന്ന സഭാംഗം സിസ്റ്റർ സ്റ്റെഫി കുരുവിളയാണ് വധു. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. ഇവരിരുവരുടെയും മാതാപിതാക്കൾ കൂടെ മുമ്പത്തെ, ഇപ്പോൾ മാതാപിതാക്കൾ വന്നാൽ മതി. ഒടുവിലത്തെ സമയത്ത് സഹോദരങ്ങൾ വീണ്ടും വരേണ്ടതാണ്. ഇപ്പോൾ മാതാപിതാക്കൾ രണ്ട് വശത്തായിട്ട് വന്നിരിക്കണം. ഞാൻ ഓർപ്പിച്ച പോലെ ഈ വിവാഹം വന്നിട്ട് ഇന്ത്യൻ മാരേജ് ആക്ടിനും വിധേയപ്പെട്ടിരിക്കണം, ദൈവവചനത്തിനും വിധേയപ്പെട്ടിരിക്കണം. ഈ വിവാഹം ഇവർ തമ്മിൽ വിവാഹിതനാകുന്നതിന് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചോ ദൈവവചന പ്രകാരമോ ന്യായമായ ഏതെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കുവാനുള്ള അവസരങ്ങൾ നൽകിയിരുന്നു. അപ്രകാരമുള്ള യാതൊരു തടസ്സവാദങ്ങളും ഒരു ഭാഗത്തു നിന്നും
ഉന്നയിച്ചിട്ടില്ലായകയാൽ ഈ വിവാഹം ആശീർവദിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ വിഷയത്തിൽ ഏവരും മൗനമായിരുന്ന പോലെ തുടർന്ന് മൗനമായിരിക്കെ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ഇപ്പോൾ ഇവർ തമ്മിൽ സമ്മതങ്ങൾ പരസ്യമായിട്ട് അറിയിക്കേണ്ടതുണ്ട്. അവരുടെ സമ്മതങ്ങൾ ചോദിക്കുകയാണ്. ഈ സമയത്ത് അഖിലിനോട് ഞാൻ ചോദിക്കുന്നു, അഖിലിൻ്റെ സമീപം നിൽക്കുന്ന സ്റ്റെഫി എന്ന യുവതിയെ നിൻ്റെ ഭാര്യയായി സ്വീകരിപ്പാൻ സമ്മതിച്ചിരിക്കുന്നു? സമ്മതമാണ്. ഗോഡ് ബ്ലസ് യു ബ്രദർ. സ്റ്റെഫിയോട് ചോദിക്കട്ടെ, നിൻ്റെ സമീപം നിൽക്കുന്ന അഖിൽ എന്ന പുരുഷനെ നിൻ്റെ ജീവിത സഖിയായി സ്വീകരിക്കുവാൻ നീ സമ്മതിച്ചിരിക്കുന്നു? സമ്മതമാണ്. അവരുടെ ഈ സമ്മതങ്ങൾ അറിയിച്ചിരിക്കുന്ന ഈ സമയത്ത് കർത്താവാണ് അവരുടെ വിവാഹം ആശീർവദിക്കുന്നത്. ദൈവത്തിലൊരു വാക്കുണ്ട്, ദൈവം യോജിപ്പിക്കുന്നു. അവരുടെ കൈകളെ ഞങ്ങൾ കോർക്കും, പക്ഷേ ഇതിൻ്റെ കാർമ്മികൻ ദൈവമാണ്. ഏദൻ തോട്ടത്തിൽ ആദമിനെ ഹവ്വയും ചേർത്ത ദൈവം ആ കാനാവിലെ വിവാഹത്തിന് ഇറങ്ങി വന്ന് കുറവുകൾ തീർത്തവൻ. ഈ കുഞ്ഞുങ്ങളും പെർഫെക്റ്റ് അല്ല, കുറവുകൾ തീർക്കുന്ന കർത്താവ് ഇവിടെ ഇറങ്ങി വരുന്ന ഈ അവസരത്തിൽ ദൈവസാന്നിധ്യത്തുള്ള ബഹുമാനത്തിൽ നമുക്കെല്ലാവർക്കും ഒന്നുകൂടെ ദൈവസന്നിധിച്ച് ഇവർ രണ്ടുപേരും ഈ അപ്പനും അമ്മയും ആ കരം അങ്ങോട്ട് കൊടുക്കുമ്പോൾ മോൻ കരം നീട്ടും. അതുപോലെ നമ്മളെ ചേർക്കാൻ ഒരാൾ വരുന്നു. കോടാകോടി ദൂതരുമായി, കോടാകോടിതൻ ദൂതർ സൈന്യവുമാ മേഘരൂഢനായി വരും നിരാ വിരവിൽ തൻ പ്രിയ കാന്തയെ തന്നോടു ചേർപ്പാൻ വേഗം വരും യേശു. കരങ്ങൾ ഉയർത്തി ആഹാ സ്റ്റെഫിയുടെ മാതാപിതാവിനെ അഭിനന്ദിക്കുന്നു. ഒന്ന്, നിങ്ങൾ വിശ്വാസത്തിൽ നിന്നു. നിങ്ങളുടെ ജീവിതത്തിലെ സാക്ഷ്യം കാരണം ഞാൻ റെജി ബ്രദറുമായിട്ട് സംസാരിക്കുകയായിരുന്നു. നിങ്ങളുടെ വിശ്വസ്തതയും സഭയോടും യേശുവിനോടുള്ള വിശ്വസ്തത കണ്ടു വളർന്നു സ്റ്റെഫി. നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റെഫി ഉണ്ടായപ്പം മുതലുള്ള പ്രാർത്ഥനയും ആഗ്രഹം ആയിരിക്കും ഒരു നല്ല പുരുഷൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം. സ്റ്റെഫി അഖിലിനോട് പറയാം, ഞാൻ വീണ്ടും ആവർത്തിച്ചാണ് പറയുന്നത്, ഇവരൊരു പെങ്കൊച്ചിനെയല്ല ഏൽപ്പിക്കുന്നത്, അവരുടെ നിധിയെ, അവരുടെ എല്ലാം കയ്യിൽ ഏൽപ്പിക്കുക. റെജി ബ്രദറും സഹോദരിയും ഈ ദിവസത്തേക്ക് വേണ്ടി കാത്തിരിക്കാൻ നല്ലൊരു മോളാണ് നിങ്ങളുടെ കയ്യിൽ വരുന്നത്. വർഷിപ്പ് ലീഡർ, ആത്മാവിൽ നിൽക്കുന്ന ഒരു നല്ലൊരു മോൾ. മകനെയും മകളെയും വീടുകളിൽ കിട്ടാൻ പോവാം. ഇന്ന് സ്റ്റെഫിയുടെ പിതാവും മാതാവും സ്റ്റെഫിയുടെ കൈ അഖിലിൻ്റെ കൈ ഏൽപ്പിക്കാൻ പോവാം. അതുപോലെ തന്നെയാണ് യേശു പറഞ്ഞത്, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, പിതാവ് അവരെ, അഥവാ നിങ്ങളെയും എന്നെയും, പിതാവ് അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളും ഞാനും യേശുവിൻ്റെ കയ്യിലാണ്. ആ കൈ ഒരിക്കലും വിടത്തില്ല, ഉപേക്ഷിക്കത്തുമില്ല. ഇനിയും വിവാഹ ദിവസം വലിയൊരു ഉത്സവമായിരിക്കും. കോടാക്കോനോട് ഇത് തന്നെ നിഴല. സോ ഈ സമയത്ത് സ്റ്റെഫിയുടെ കരം അഖിലിൻ്റെ കരത്തോട് നമുക്ക് ചേർന്ന കരങ്ങളൊക്കെ നീട്ടാവുന്നവർ നീട്ടി അനുഗ്രഹിച്ച് ഈ കുഞ്ഞുങ്ങളെ നമ്മൾ അനുഗ്രഹിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ കൈകൾ മാറ്റാം. Say
ചെയ്യുന്നു. അങ്ങ് ദാനമായി തന്നിരിക്കുന്ന അധികാരത്തിന്മേലും അങ്ങ് ദാനമായി തന്നിരിക്കുന്ന അഭിഷേകത്തിലും നിന്നുകൊണ്ട് ഇരുവരുടെ കരം യോജിപ്പിക്കുമ്പോൾ ഇരു ഹൃദയങ്ങളെയും നെയ്തെടുക്കുന്നത് അങ്ങാണല്ലോ. ആകയാൽ പിതാവാം ദൈവത്തിൻ്റെയും പുത്രനാം യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇരുകരങ്ങളെയും ഇരുവരെയും യോജിപ്പിക്കുകയാണ്. എൻ്റെ യേശുവേ, അബ്രഹാമിൻ്റെ സകല അനുഗ്രഹവും അബ്രഹാമിൻ്റെ വാഗ്ദത്തങ്ങളും ക്രിസ്തു യേശു മുഖാന്തരം ഞങ്ങളുടെ മേലുണ്ടല്ലോ. ആകയാൽ ഇരുവരെയും അനുഗ്രഹിക്കുന്നു. എല്ലാവരുടെ കരം നീട്ടിയൊന്ന് അനുഗ്രഹിച്ച് ദൈവദാസന്മാരെല്ലാം മുമ്പോട്ടൊന്ന് വന്ന് ഈ കുഞ്ഞുങ്ങളെ ഒന്ന് അനുഗ്രഹിച്ച് മാതാപിതാക്കളെ റെജി ബ്രദറൊക്കെ തോൾ അനുഗ്രഹത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ, വർദ്ധനവനാൽ വർദ്ധിക്കപ്പെടട്ടെ. അനുഗ്രഹത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ, വർദ്ധനവനാൽ വർദ്ധിക്കപ്പെടട്ടെ. യേശുവെ, അങ്ങ് തന്ന വാഗ്ദത്തമാണല്ലോ. അനുഗ്രഹത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ, വർദ്ധനവനാൽ വർദ്ധിക്കപ്പെടട്ടെ. ഇവരുടെ ജീവിതത്തിലെ എല്ലാം തോറയിലും ആത്മീയമായും ഭൗതികമായും ആരോഗ്യപരമായും നിറവനാൽ നിറയ്ക്കുന്നവനായ അങ്ങയുടെ അനുഗ്രഹം ഇരുവരുടെ മേലും ജീവിതത്തിലും ഉണ്ടായിരിക്കട്ടെ. അവരുടെ തലമുറയെ കണ്ട് ആനന്ദിക്കുവാൻ ഇരു കുടുംബങ്ങളെയും സഹായിക്കണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഓ നന്ദി. എല്ലാവർക്കും ഇരിക്കും. നന്ദി വിവാഹത്തിൻ്റെ ഉടമ്പടിയിലേക്ക് വരികയാണ്. ഇതൊരു കവനൻ്റാണ്. പഴയ ലോകത്തിൽ പലരും വിചാരിക്കുന്ന വിവാഹം ഒരു കോൺട്രാക്റ്റാണ്. കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് പേര് തമ്മിൽ വ്യവസ്ഥകൾ, കണ്ടീഷനല്ല. നീ ഇത് ചെയ്താൽ ഞാനിത് ചെയ്യാം. പഴയ നിയമം ഒരു കോൺട്രാക്റ്റായിരുന്നു. യഹോവയാം ദൈവം മനുഷ്യനോട് കണ്ടീഷൻസ് വെച്ചു. നീ ഇന്നതൊക്കെ ചെയ്താൽ ഇന്ന അനുഗ്രഹം എല്ലാം തരാം. യഹൂദനത് കിട്ടിയില്ല, അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ യേശു വന്നത് ഇത് പുതിയ ഉടമ്പടി സ്ഥാപിച്ചു. പഴയ ഉടമ്പടിയിൽ നിങ്ങൾക്ക് പറ്റിയ തെറ്റുകളുടെ ശിക്ഷ മുഴുവൻ എനിക്ക്, ഞാൻ നേടിയ അനുഗ്രഹം മുഴുവൻ നിങ്ങൾക്ക്. ക്രിസ്തുവിൻ്റെ സഭയുടെ സ്ഥാനത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ നീ ഇന്നതൊക്കെ ചെയ്താൽ ഞാൻ നിനക്ക് ചെയ്യാമെന്നല്ല, നീ അതെനിക്ക് നിവർത്തിച്ചില്ലെങ്കിലും. പഴയ നിയമത്തിൽ വ്യവസ്ഥകളാണ്. പുതിയ നിയമത്തിൽ 1 കൊരിന്ത്യർ 7 പറയാണ്, ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും കടമകൾ നിറവേറ്റട്ടെ. നിങ്ങൾ തമ്മിൽ ആത്മീയമായ കടമകളുണ്ട്, ശാരീരിക കടമകളുണ്ട്, വൈകാരിക കടമകളുണ്ട്, സാമ്പത്തിക കടമ. കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ഒത്തിരി കടമകളുണ്ട്. ആ കടമകൾ യേശു നമ്മളോട് ചെയ്തതുപോലെ നമ്മളങ്ങോട്ട് ചെയ്ത് നോക്കിയല്ലല്ലോ കർത്താവ് ക്രൂശിൽ മരിച്ചത്. അങ്ങനെ നിവർത്തിച്ചു കൊള്ളാമെന്ന കടമകൾ നിങ്ങൾ തമ്മിൽ പുതിയ ഉടമ്പടിയുടെ ആ കവനൻ്റ് പറയുമ്പോൾ ഞങ്ങളെല്ലാവരും സാക്ഷിയാണെന്നും കൂടെ നിങ്ങൾ പറയും. അപ്പോൾ ആമേൻ എന്ന് ഞങ്ങൾ പറയും. അഖിൽ പറയണം. അഖിൽ ആകുന്ന ഞാൻ, അഖിലാവുന്ന ഞാൻ സ്റ്റെഫി എന്ന നിന്നെ എൻ്റെ ഭാര്യയായി സ്വീകരിച്ചിരിക്കുന്നു. ദൈവം നമുക്ക് ഈ ലോകത്തിൽ അനുവദിച്ചിട്ടുള്ള ആയുഷ്കാലം മുഴുവൻ നിന്നോട് മാത്രം ചേർന്നിരുന്ന് നിന്നെ സ്നേഹിച്ച് പോറ്റി പുലർത്തി ഒരു ഉത്തമ ക്രൈസ്തവ ഭർത്താവിൻ്റെ എല്ലാ കടമകളും എല്ലാ ഉത്തരവാദിത്തങ്ങളും നിനക്ക് മാത്രം നിറവേറ്റിക്കൊള്ളാമെന്ന് എൻ്റെ സ്നേഹത്തിൻ്റെ വാക്ക് ഞാൻ തരുന്നു. എൻ്റെ ഈ ഉടമ്പടിക്ക് ദൈവവും ദൈവദൂതന്മാരും കൂടിയിരിക്കുന്ന ജനങ്ങളും സാക്ഷിയാവും. നമുക്കെല്ലാവർക്കും ആമേൻ എന്ന് പറയാം. ഈ സമയത്ത് സ്റ്റെഫി പറഞ്ഞാട്ട്. സ്റ്റെഫി ആവുന്ന ഞാൻ അഖിൽ എന്ന അങ്ങയെ എൻ്റെ ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നു. ദൈവം നമുക്ക് ഈ ലോകത്തിൽ അനുവദിച്ചിട്ടുള്ള ആയുഷ്കാലം മുഴുവൻ അങ്ങയോട് മാത്രം ചേർന്നിരുന്ന് സ്നേഹിച്ച് കീഴ്പ്പെട്ട് സഭ ക്രിസ്തുവിന് കീഴടങ്ങിയ പോലെ ദൈവസ്നേഹത്തിൽ
അങ്ങയോട് മാത്രം ചേർന്നിരുപ്പാൻ എൻ്റെ സ്നേഹത്തിൻ്റെ തീരുമാനം അങ്ങേ ഞാൻ അറിയിക്കുന്നു. എൻ്റെ ഈ ഉടമ്പടിക്ക് ദൈവവും ദൈവദൂതന്മാരും കൂടിയിരിക്കുന്ന ജനങ്ങളും സാക്ഷിയാണ്. നമുക്ക് ആമേൻ പറയാം. സന്തോഷിക്കും എൻ മനമേ, സ്വർഗസ്ഥനിൽ ദമ്പതികൾ ആശീർവാദം ഏകിടട്ടെ. ഭാഗ്യനാൾ ഭാഗ്യനാൾ ദൈവം സംയോജിപ്പിച്ച നാൾ. ഭാഗ്യനാൾ ഭാഗ്യനാൾ ദൈവം സംയോജിപ്പിച്ച നാൾ. മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള ഭാഗത്ത് യേശു കർത്താവിനോട് പരീശന്മാർ ചോദിച്ചു, ഡിവോഴ്സ് ചെയ്യാമോ? യഹൂദന്മാരുടെ ഇടയിൽ ബഹു ഭാര്യാത്വം, അതുപോലെ തന്നെ ഒരാളെ കെട്ടി ചെറിയ കാര്യത്തിന് മൊഴി ചൊല്ലുക, ഇങ്ങനൊരു സിസ്റ്റം നിലനിൽക്കുന്ന കാലത്താണ് ചോദിക്കുന്നത്. ഉടനെ കർത്താവരോട് പറയുന്ന കാര്യം, സൃഷ്ടിച്ചവൻ ആദിയിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ സൃഷ്ടിച്ചുള്ളൂ. അതാണ് ഏറ്റവും വലിയ ബന്ധം. അത് പിരിഞ്ഞുകൂടാ. ഒരു പുരുഷനും ഒരു ഭാര്യ എന്നത് സംബന്ധിച്ച് കർത്താവ് തന്നെ പറഞ്ഞ വാക്കുകൾ മത്തായി 19 3 മുതൽ 6 വരെ ഡയോസിസ് പാസ്റ്റർ സുഭാഷ് ബ്രദർ ഇവിടെ വായിക്കും. പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്നവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിന് അവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. പരീശന്മാർ ചോദിച്ച ചോദ്യത്തിൻ്റെ യേശുവിന് കൊടുക്കാനുള്ളത് മറുപടിയാണ്. ഏത് കാരണത്താലും ഭാര്യയെ ഉപേക്ഷിക്കാവുന്ന ചോദ്യം. എന്നാൽ യേശു പറയുന്ന മറുപടി നേരത്തെ എഫീഷ്യർ 5 നമ്മൾ വായിച്ചിരുന്നു. അത് യേശു പറഞ്ഞ ആണ് ഇപ്പോൾ വായിക്കപ്പെടുന്നത്. വായിച്ചു. അതിന് അവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും പറഞ്ഞാൽ ഏദൻ തോട്ടത്തിലെ ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ പിക്ചർ എന്തായിരുന്നു? അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്നും അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. അവർ ഒരൊറ്റ ബോഡിയായി മാറാൻ പോവാ, ദേഹമായി മാറാൻ പോവാ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നുത്തരം. ദൈവം യോജിപ്പിച്ചതിനെ. ഇവര് രണ്ടുപേരും എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത്. തീരുമാനം ദൈവം എടുക്കത്തില്ല. ദൈവം ആരുടെയും കുറ്റം ഏറ്റെടുക്കത്തില്ല. നമ്മൾ പല കാര്യങ്ങളും നോക്കിയാണ് ഒരു വിവാഹം നിശ്ചയിക്കുന്നത്. എന്നാൽ ഇന്ന് ഇവിടെ യോജിപ്പിക്കുന്നത് ദൈവമാണ്. നമ്മൾ തീരുമാനിച്ച ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്തരുത്. മാനുഷികമായ ഇടപെടൽ ആണ് ഒരു കുടുംബജീവിതത്തെ തകർക്കുന്നത്. വിശ്വാസ ജീവിതത്തെ ജഡവും ആത്മാവും തമ്മിലുള്ള യുദ്ധത്തിൽ ജഡത്തിൽ പോകുമ്പോഴാണ് വിശ്വാസ ജീവിതം തകരുന്നത്. അതുപോലെ തന്നെയാണ് കുടുംബജീവിതത്തിൽ ഒരു ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിൽ മാനുഷികമായ ചിന്തകളും മാനുഷികമായ ഇടപെടലാണ് കുടുംബജീവിതത്തെ തകർക്കുന്നത്. റെജി ബ്രദറും ഈ പ്രിയപ്പെട്ട 2 കുടുംബങ്ങളോടും പറയാം, നിങ്ങൾ രണ്ടുപേരും വളരെ സ്നേഹിച്ച് ഇരുവരെയും വളർത്തി. പക്ഷേ ഇന്ന് മുതൽ ജീവിതം ഇവർ രണ്ടുപേരും തമ്മിലാണ്. നിങ്ങളുടെ ആശീർവാദവും അനുഗ്രഹവും എല്ലാം കാണണം, പക്ഷേ ഇടപെടൽ അനുവദിക്കുന്നതല്ല. അങ്ങനെ പുരുഷൻ തൻ്റെ അപ്പനെയും അമ്മയും വിട്ട് സ്ത്രീയോട് പറ്റിച്ചേരും. അഖിലിനെ സംബന്ധിച്ചോളം ഇതും അഖിലിൻ്റെ അമ്മയും അപ്പനുമാണ്. സ്റ്റെഫിയെ സംബന്ധിച്ചോളം ഇവരും സ്വന്തം അപ്പനും അമ്മയുമാണ് എന്ന് പറഞ്ഞതുകൊണ്ട്, ഇടപെടരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇവരോടുള്ള ബഹുമാനം കുറയത്തില്ല. ഇവരെ ആയുഷ്കാലം ഇരു കുടുംബങ്ങളെയും അപ്പനെയും അമ്മയായി നോക്കാനുള്ള ചുമതല നിങ്ങളുടേതാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾക്ക് നന്മയുണ്ടാകാനും ദീർഘായുസ്സുണ്ടാകാനും അപ്പനെയും അമ്മയും അനുസരിച്ച് ബഹുമാനിക്കണം. പക്ഷേ മാനുഷികമായ ഇടപെടൽ പാടില്ല. നിങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹം, ഹൃദയത്തിൽ എന്തെങ്കിലും വിഷമം വന്നാൽ പറയാൻ ഒരു നല്ല സഖിയുണ്ട്, യേശു. രണ്ടുപേരും കൈ കോർത്താൽ അത് തീരുന്ന വിഷയമാണ്. രണ്ടുപേരും ഒന്ന് കൈ യോജിപ്പിക്കുമ്പോൾ, കോട്ടയം ജില്ലയിൽ കോട്ടയം താലൂക്കിൽ പനച്ചിക്കാട് വില്ലേജിൽ ചാന്താനിക്കാട് കരയിൽ
പാറക്കാത്തിൽ വീട്ടിൽ ശ്രീ ഇടുക്കില ഇബ്രഹാമും ജയമോൾ ഇടുക്കിലയും ഹെവൻലി ഫീസ്റ്റ് കോട്ടയം ചർച്ച് മോൻ അഖിലും, പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ നാരങ്ങാണം വില്ലേജിൽ നാരങ്ങാണം കരയിൽ തടത്തിൽ വീട്ടിൽ ശ്രീ കുരുവിള പത്രോസിൻ്റെയും ശ്രീമതി റേച്ചൽ കുരുവിളയുടെയും മകൾ ഈ നിൽക്കുന്ന സ്റ്റെഫി കുരുവിളയും ഇരുവരെയും ഇന്ത്യൻ മാരേജ് ആക്ട് പ്രകാരവും പുതിയ നിയമ വചന ശുശ്രൂഷ സഭയുടെ അധികാരപ്രകാരവും ഭർത്താവും ഭാര്യയുമായി പ്രഖ്യാപിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്തരുത്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്തരുത്. ഒന്ന് കരങ്ങൾ ഇരുന്നുകൊണ്ട് തന്നെ ഒന്ന് നീട്ടിക്കേ. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്തരുത്. ദൈവം ധാരാളമായും ദീർഘായുസ്സോടും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് നിങ്ങൾ രണ്ടുപേരും ഇരിക്കുമ്പോൾ ഒരു നല്ല പുതിയ ആശംസാ ഗാനമുണ്ട്. അത് പാടുമ്പോൾ രജിസ്റ്റർ ഒപ്പുവെക്കണം. ഇരുവരും ഒപ്പുവെച്ച ശേഷം ഇരുഭാഗത്തു നിന്നും പിതാക്കന്മാർ ഒപ്പുവെക്കണം. അതിനുശേഷം ഇരുഭാഗത്തു നിന്ന് ഓരോ സാക്ഷികൾ ഇവിടെ നിന്ന് വരാൻ പറയണേ. ഓരോ സാക്ഷികൾ. സ്വർഗീയ ദമ്പതികൾ നിങ്ങൾ, നേരുന്നു നന്മകൾ ഞങ്ങൾ. സ്വർഗീയ ദമ്പതികൾ നിങ്ങൾ, നേരുന്നു നന്മകൾ ഞങ്ങൾ. യേശുവിൻ്റെ ഈ ഭവനം സ്വർഗീയ ശോഭയാൽ വിളങ്ങിടട്ടെ. യേശുവിൻ്റെ ഈ ഭവനം മലമേൽ ശോഭിത നഗരമായി. യേശുവിൻ്റെ ഈ സമയത്ത് ഇവരിരുവരുടെയും സഹോദരങ്ങളുടെ സ്റ്റേജിലേക്ക് വരാം. സ്വർഗീയ ദമ്പതികൾ നിങ്ങൾ, നേരുന്നു നന്മകൾ ഞങ്ങൾ. സ്വർഗീയ ദമ്പതികൾ നിങ്ങൾ, നേരുന്നു നന്മകൾ ഞങ്ങൾ. യേശുവിൻ്റെ ഈ ഭവനം സ്വർഗീയ ശോഭിത നഗരമായി. യേശുവിൻ്റെ ഈ ഭവനം സ്വർഗമേൽ ശോഭിത നഗരമായി. അഖിലും സ്റ്റെഫിയും അവരുടെ ജീവിതത്തിലെ സമ്മാനം. അപ്പോൾ തന്നെ നിങ്ങളുടെ വിവാഹത്തിൻ്റെ ഈ വിവാഹ ഉടമ്പടിയുടെ അടയാളമായി ഒരു വിവാഹ മോതിരം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ധരിപ്പിക്കുകയാണ്. യേശുവിൻ്റെ ഈ ഭവനം സ്വർഗീയ ശോഭയാൽ വിളങ്ങിടട്ടെ. യേശുവിൻ്റെ ഈ ഭവനം നിരവധി സമ്മാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊടുക്കുവാൻ നഗരമായി. ഇപ്പോൾ സ്റ്റെഫി അഖിലിന്റെ പേരിലാണ്. സ്വർഗീയ ദമ്പതികൾ നിങ്ങൾ, നേരുന്നു നന്മകൾ ഞങ്ങൾ. സ്വർഗീയ ദമ്പതികൾ നിങ്ങൾ, നേരുന്നു നന്മകൾ ഞങ്ങൾ. യേശുവിൻ്റെ ഈ ഭവനം സ്വർഗീയ ശോഭയാൽ വിളങ്ങിടട്ടെ. യേശുവിൻ്റെ ഈ ഭവനം മലമേൽ ശോഭിത നഗരമായി. നന്നായിട്ട് പോസ് ചെയ്തു, അടിപൊളിയായിരിക്കും. ഓക്കെ, ഈ സമയത്ത് ഒരു കാര്യം കൂടെ ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ ഏകദേശം സമാപിക്കുകയാണ്. വിവാഹത്തിൻ്റെ ഇരു കുടുംബങ്ങൾക്കും ഓരോ മക്കളെ കൂടെ കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ റജി ബ്രദറിന് ഒരു മോളെ, ഡോട്ടർ ഇൻ ലവ്, സ്നേഹിക്കുന്ന ഒരു മകളെ കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ സഹോദരി റജിബറിൻ്റെ വൈഫ് മുൻപോട്ട് കടന്നു വന്ന് മോളെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് കൈകൊടുത്ത് ആലിംഗനം ചെയ്ത്
നമ്മുടെ ഹൃദയത്തിൽ പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട മകളെ നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതമെന്ന് ആ സമയത്ത് എല്ലാവരും കൈയടിക്കണം. യേശുവിൻ്റെ ഈ ഭവനം മനമേൽ ശോഭിത നഗരമായി. ഇപ്പോൾ തന്നെ അഖില് ഈ വീട്ടിലെ ഒരു മോളും മോനുള്ള ഒരു മോനെ കൂടെ കിട്ടിയിരിക്കുക. ഇപ്പോൾ സ്റ്റെഫിയുടെ പപ്പ മുമ്പോട്ട് വന്ന് അഖിലിന് കരം കൊടുത്ത് സ്വീകരിച്ചു. യേശുവിൻ്റെ ഈ ഭവനം സ്വർഗീയ ശോഭയാൽ വിളങ്ങിടട്ടെ. കർത്താവ് ഈ ശുശ്രൂഷയിലുടനീളം നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ചു. ഓരോ തവണയും കല്യാണം കൂടി കഴിയുമ്പോൾ, വചന ശുശ്രൂഷ കൂടി കഴിയുമ്പം കുറച്ചുകൂടെ നന്നാകണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ കല്യാണം നടത്താൻ വരുന്ന നീനായിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചുകൂടെ നന്നായിട്ട് ചെല്ലുമല്ലോ, നമുക്കിട്ട് വേക്കുമല്ലോ പറയുന്ന വചനം. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യയ്ക്ക് കുറച്ചുകൂടെ സൗന്ദര്യം വന്ന പോലെ തോന്നും, ഭർത്താവിന് കുറച്ചുകൂടെ സൗന്ദര്യം വന്ന പോലെ. സൗന്ദര്യം വന്നല്ല, നമ്മുടെ കണ്ണ് ശരിയായതാണ്, നമുക്ക് ആ മാറ്റം വന്ന്. അതുകൊണ്ട് ആ വചനങ്ങളൊക്കെ ഒന്ന് ഏറ്റെടുക്കാം. ഇതുപോലൊരു ശുശ്രൂഷയുടെ മധ്യത്തിൽ ബെന്നിബ്രദർ എന്നിവിടില്ല, ബെന്നിബ്രദറും തങ്കുബ്രദറും ഇവിടെ കുവൈറ്റിൽ വിവാഹ ശുശ്രൂഷ നടത്തുമ്പോൾ ഒരു അറബി സ്ത്രീ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു വെളുത്ത വസ്ത്രം ധരിച്ച ആളെന്നെ തൊട്ടു, സൗഖ്യമായി. ബിനു ബ്രദറിൻ്റെ പെങ്ങളുടെ കല്യാണത്തിനും അങ്ങനെ വീൽ ചെയറെ വന്നിരുന്ന ആൾ സൗഖ്യമായി. ആ കർത്താവ് ഇവിടെ ഉണ്ട്. നമ്മുടെ സമാപന പ്രാർത്ഥന മാത്രമല്ല, സ്വതന്ത്രം നമ്മളെ ഒന്നുകൂടെ സമർപ്പിക്കാം. എല്ലാവരും ദൈവത്തിന് എഴുന്നേറ്റ് ഹല്ലേലൂയ പാടി കർത്താവിന് നന്ദി പറഞ്ഞു. ഈ സമയത്ത് കർത്താവിന്റെ ദാസൻ ഷാജി ബ്രദർ പ്രാർത്ഥിക്കും. തങ്കു ബ്രദർ ആശീർവാദം പറഞ്ഞ് അവസാനിക്കും. പിതാവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, രാജാവെ മഹത്വപ്പെടുത്തുന്നു. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും എൻ്റെ നാമത്തിൽ ചെയ്യുവാനുള്ള തിരുവചന പ്രകാരം മനുഷ്യനേകനായിരിക്കും നന്നല്ല, കർത്താവ് അവന് തക്ക തുണയെ നൽകുമെന്നുള്ള തീരുമാനപ്രകാരം ഇന്ന് ദൈവവചനപ്രകാരം കർത്താവെ ശുശ്രൂഷ ഇവിടെ നടത്തുവാൻ സ്വർഗത്തിലെ തമ്പുരാൻ അനുവദിച്ച കൃപയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് കർത്താവെ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു പുതിയ കുടുംബത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, തിരുവചനപ്രകാരം ഒരു കുടുംബം ഈ ഭവനത്തിൽ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ തിരുവചനത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഒരു കുടുംബത്തിൻ്റെ മേൽ ദൈവം വ്യവസ്ഥ ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഞങ്ങൾ പ്രവചിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും, ആത്മീയ ഭൗതികമായ എല്ലാ മേഖലകളും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്ന ശുശ്രൂഷകൾ കർത്താവെ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പുതിയ ഒരു അനുഭവമാക്കി തീർത്തതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ശുശ്രൂഷിച്ച എല്ലാ ദൈവദാസന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിച്ച കർത്താവിൻ്റെ ദാസൻ തങ്കുബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തോമസ് കുട്ടി ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവനും ചൈതന്യമുള്ള കേൾക്കുന്ന എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ രൂപാന്തരം കൊണ്ടുവരുവാൻ കഴിവുള്ള ദൈവവചന ശുശ്രൂഷയിൽ ഞങ്ങളോട് ഇടപെട്ട ദൈവവചനത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്തദാസന്മാരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇനിയും കൂടുതൽ ശക്തിയോടെ ലോകത്തിൻ്റെ മുഴുവൻ രാജ്യങ്ങളിലും പോയി ദൈവരാജ്യത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവദാസന്മാരെ കർത്താവ് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് വചനം ശുശ്രൂഷിച്ചപ്പോൾ തന്നെ ഇവിടെ വലിയ രൂപാന്തരങ്ങൾ സംഭവിച്ചിരിക്കുകയാൽ സ്തോത്രം. രോഗങ്ങൾ സൗഖ്യമായതോർത്ത് സ്തോത്രം. വലിയ കുടുംബങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ നടന്നിരിക്കുന്നെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് കടന്നു വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള എല്ലാം തിരുനാമം മഹത്വത്തിനാക്കണം. മാനവ മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ ബേവിച്ചാൻ ആശീർവാദം. ആകയാൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയെ പ്രാർത്ഥിച്ച എല്ലാ കാര്യം നാം എല്ലാവരോടും, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്ന മക്കളുടെ കൂടെയും ശുശ്രൂഷിച്ച എല്ലാ മക്കളുടെ കൂടെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. We'll do it all, everything on our own. We don't need anything or anyone. If I lay here, if I just lay here, would you lie with me and just forget the world?
don't quite know how to say how I feel. Those 3 words are said too much. They're not enough. If I lay here, if I just lay here, would you lie with me and just forget the world? Forget what we're told before we get too old. Show me a garden that's bursting into life. Let's waste time chasing cars around our heads. If I lay here, if I just lay here, would you lie with me and just forget the world? All that I am, all that I ever was, is here in your perfect eyes. They're all I can see. I don't know where, confused about how as well. Just know that these things will never change for us at all. If I lay here, if I just lay here, would you lie with me and just forget the world? Time is going by so much faster than I'm starting to regret not spending all of it with you. Now I'm wondering why I've kept this bottle inside. So I'm starting to regret not selling all of it to you. So if I haven't yet, I've got to let you know you're never gonna be alone from this moment on. If you ever feel like letting
I'm starting to regret not telling all of this to you. You're never gonna be alone from this moment on. If you ever feel like letting go, I won't let you fall. When all hope is gone, I know that you can carry on. We're gonna take the world on. I'll hold you till the hurt is gone. I'm gonna be there all away. I won't be missing one more day. I'm gonna be there all away. I won't be missing one more day. I'm going on during this time. I feel there's no one to save me. This all and nothing really got away. You're driving me crazy. I need somebody to hear, somebody to know, somebody to have, somebody to hold. It's easy to say, but it's never the same. I guess I kinda like the way you numbed all the pain. Now the day bleeds into nightfall, and you're not here to get me through it all. I let my guard down, and then you pulled the rug. I was getting kinda used to being someone you loved. I'm going under, and this time I feel there's no one to turn to. This all and nothing way of loving, go be sleeping without you. Now I need somebody to know, somebody to hear, somebody to have, just to know how it feels. It's easy to say, but it's never the same. I guess I kinda like the way you help me escape. Now the day bleeds into nightfall, and you're not here to get me through it all. I let my guard down, and then you pulled the rug. I was getting kinda used to being someone you loved, and I tend to close my eyes when it hurts. Sometimes I fall into your arms. I'll be safe in your sound till I come back around. For now the day bleeds into nightfall, and you're not here to get me through it all. I let my guard down, and then you pulled the rug. I was getting kinda used to being someone you love, but now the day bleeds into nightfall, and you're not here to get me through it all. I let my guard down, and then you pulled the rug. I was getting kinda used to being someone you loved. I let my guard down, and then you pulled the rug. I was getting kinda used to being someone you loved, but now the day bleeds into nightfall, and you're not here to get me through it all. I let my guard down, and then you pulled the rug. I was getting kinda used to being someone you loved. I let my guard down, and then you pulled the rug. I was getting kinda used to being someone you loved. I'm going on during this time. I feel there's no one to save me. This all and nothing really got away. You're driving me crazy. I need somebody to hear, somebody to know, somebody to have, somebody to hold. It's easy to say, but it's never the same. I guess I kinda like the way you numbed all the pain. Now
Well, you only need the light when it's burning low. Only miss the sun when it starts to snow. Only know you love her when you let her go. Only know you've been high when you're feeling low. Only hate the road when you're missing home. Only know you love her when you let her go. And you let her go. Staring at the bottom of your glass, hoping one day you'll make a dream last. But dreams come slow and they go so fast. You see it when you close your eyes. Maybe one day you'll understand why everything you touch surely dies.